നിങ്ങൾ ഈ ലോകത്തെ ഏത് ബിസിനസ് എടുത്ത് പരിശോധിച്ചാലും അത് നിങ്ങളുടെ നാട്ടിലെ മുറുക്കാൻ കടയാണെങ്കിലും അംബാനിയുടെ ബിസിനസ് ആണെങ്കിലും ഈ ബിസിനസ്സുകളുടെയൊക്കെ നെടുംതൂണ് എന്ന് പറയുന്നത് ഈ ബിസിനസ്സുകളുടെയൊക്കെ നിലനിൽപ്പ് ആശ്രയിച്ചിരിക്കുന്ന ഒരേ ഒരു ഘടകം, പ്രധാനപ്പെട്ട ഘടകം എന്നുള്ളത് അവർ എത്ര കൃത്യതയോടെയും സൂക്ഷ്മതയോടെയും അവരുടെ ദൈനംദിന വരവ് ചെലവ് കണക്കുകൾ മെയിൻറ്റെയിൻ ചെയ്യുന്നു, രേഖപ്പെടുത്തി വയ്ക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ വരവ് ചെലവ് കണക്കുകൾ കൃത്യമായിട്ട് രേഖപ്പെടുത്താത്ത, കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാത്ത ഒരാളാണ്, ഒരു വ്യക്തിയാണ് ഒരു ബിസിനസ് നടത്തുന്നതെങ്കിൽ ആ ബിസിനസ് എത്ര വലുതാണെങ്കിലും എത്ര ലാഭകരമായിട്ടുള്ള ഒരു ബിസിനസ്സാണ് അദ്ദേഹം നടത്തുന്നത് എങ്കിലും ഒരു ഘട്ടമാകുമ്പോഴത്തേക്കും അത് ലോസിൽ ചെന്ന് കലാശിക്കും. കാരണം മനുഷ്യനാണ്, നമ്മുടെ സൈക്കോളജി അങ്ങനെയാണ്. ഇപ്പോൾ നമ്മളൊരു ഫൂളിഷ് പാരഡൈസിലേക്ക് പോകും. നമുക്ക് എത്ര വരവ് എത്ര ചിലവ് എന്നുള്ള കാര്യം അറിഞ്ഞില്ലെങ്കിൽ നമുക്ക് തോന്നിയതുപോലെ ഒരു ഘട്ടത്തിൽ എന്തൊക്കെയോ ചിലവുകൾ ചെയ്യാൻ തുടങ്ങും, ബിസിനസ് പൊട്ടി പാളീസായി പോകും എന്നുള്ളതിൽ യാതൊരു തർക്കവും ഇല്ല. അപ്പോൾ നിങ്ങളൊരു ബിസിനസ് തുടങ്ങുവാണെങ്കിൽ ആ ബിസിനസ് തുടങ്ങുന്നതിന് മുമ്പേ തന്നെ നിങ്ങൾ പ്ലാൻ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഈ ബിസിനസ്സിലെ വരവ് ചെലവ് കണക്കുകൾ നിങ്ങൾ എങ്ങനെ മാനേജ് ചെയ്യാൻ പോകുന്നു, എങ്ങനെ രേഖപ്പെടുത്തി വയ്ക്കാൻ പോകുന്നു. അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് രണ്ട് ഓപ്ഷനാണ് വരിക. ഒന്ന്, നമ്മുടെ ട്രഡീഷണലായിട്ട് നമ്മൾ ചെയ്തു പോരുന്ന ഒരു പരിപാടി, ഒരു ബുക്കും പേനയും എടുത്തിട്ട് കാര്യങ്ങളൊക്കെ എഴുതി വയ്ക്കുക. അത് അത്ര എഫക്റ്റീവായിട്ടുള്ള പരിപാടിയൊന്നും അല്ല. എല്ലാ കാര്യങ്ങൾ നിങ്ങൾക്ക് രേഖപ്പെടുത്തി വയ്ക്കാനോ സ്പീഡിൽ നമുക്ക് കാര്യങ്ങൾ ചെയ്യാനോ ഒന്നും സാധിക്കത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഈ ടെക്നോളജിയുടെ സഹായം നമ്മൾ ഉപയോഗിക്കുന്നത്. ടെക്നോളജിയുടെ സഹായം എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നത് ഇതുപോലത്തെ ഒരു സോഫ്റ്റ്വെയർ, ഇന്നത്തെ വീഡിയോ ഞാൻ ഈ സോഫ്റ്റ്വെയർ ആണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇങ്ങനത്തെ ഒരു സോഫ്റ്റ്വെയർ നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും വളരെ എഫക്റ്റീവായിട്ട് എത്ര രൂപ ലാഭം കിട്ടുന്നു, എത്ര രൂപ നഷ്ടമാകുന്നു, എത്ര രൂപ നിങ്ങൾക്ക് ആർക്ക് കൊടുക്കാണ്ട് എത്ര രൂപ നിങ്ങൾക്ക് കിട്ടാനുണ്ട്, എത്ര കച്ചവടം നടന്നു, ഇൻവെൻട്രി എത്രയുണ്ട്, ഇതൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു സോഫ്റ്റ്വെയർ. ഈ സോഫ്റ്റ്വെയറിൻ്റെ കോസ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ ഒരു ദിവസം ചായ കുടിക്കുന്ന, വെറുതെ സ്പെൻഡ് ചെയ്യുന്ന ആ ഒരു തുക പോലും ആകുന്നില്ല. അപ്പോൾ ഇതിൽ നിങ്ങൾ ഒത്തിരി ലാഭിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ബിസിനസ്സിൽ കുറേ നഷ്ടം സംഭവിച്ചിട്ട് പൂട്ടിപ്പോകാൻ വരെ സാധ്യതയുള്ള ഒരു സംഭവമാണ്. അതുകൊണ്ട് ശരിക്കും നിങ്ങൾ ബിസിനസ് ചെയ്യാൻ സീരിയസ് ആയിട്ടും പ്ലാൻ ചെയ്യുന്ന വ്യക്തിയാണ്, അല്ലെങ്കിൽ ഇതുവരെ ട്രഡീഷണൽ അപ്രോച്ച് എടുത്തിട്ട് പേനയിലും ബുക്കിലുമൊക്കെ എന്തൊക്കെയോ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്ന ആളാണെങ്കിൽ എൻ്റെ അഡ്വൈസ് ഇതാണ്: നിങ്ങളിപ്പം തന്നെ ചെറിയൊരു കമ്പ്യൂട്ടർ മേടിക്കുക, ആ കമ്പ്യൂട്ടറിലേക്ക് ഈ ഒരു ബില്ലിംഗ് സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുക, എന്നിട്ട് കണക്കുകൾ കൃത്യമായിട്ടും സൂക്ഷ്മതയോടെയും മെയിൻറ്റെയിൻ ചെയ്യുക. അപ്പോൾ സോഫ്റ്റ്വെയറിൻ്റെ കാര്യം പറയുമ്പം നമ്മുടെ നാട്ടിൽ കുറേയധികം സോഫ്റ്റ്വെയർസ് ഉണ്ട് അല്ലേ. ബില്ലിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ സോഫ്റ്റ്വെയർ അന്വേഷിച്ച് ചെല്ലുമ്പം ഒരു 20,000, 25,000, 40,000 റേഞ്ചിലൊക്കെ കുറേയധികം സോഫ്റ്റ്വെയർസ് ഉണ്ട്. ഇപ്പോൾ നിങ്ങളുടെ കട ചെറുതൊക്കെ ആണെങ്കിൽ, ഒരു മീഡിയം സ്മോൾ സൈസ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾ ഹൈ എൻഡ് സോഫ്റ്റ്വെയറിനൊന്നും ആവശ്യമില്ല. നിങ്ങൾ പക്ഷേ കണക്കുകൾ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ഒരു സോഫ്റ്റ്വെയർ വേണം. അപ്പോൾ അങ്ങനത്തെ ഒരു സോഫ്റ്റ്വെയറിൽ എല്ലാ കാര്യങ്ങളും എല്ലാ ഫെസിലിറ്റീസും ഉണ്ടാകണം. അതേപോലെ നിങ്ങൾക്ക് സപ്പോർട്ട് ഉണ്ടാകണം, കസ്റ്റമർ സപ്പോർട്ട് ഉണ്ടാകണം. നമ്മുടെ നാട്ടിലെ പല ആളുകളും ചെയ്യുന്നൊരു പരിപാടിയാണ് സോഫ്റ്റ്വെയർ വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആഫ്റ്റർ സെയിൽ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നില്ല എന്നുള്ളത്. എന്തെങ്കിലും സംശയം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചോദിക്കാൻ ഒരാളുണ്ടാവണം. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഒരു കസ്റ്റമർ കെയറോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ സംഭവം ഉണ്ടാവണം. അപ്പോൾ അതെല്ലാം ഉള്ള ഒരു സോഫ്റ്റ്വെയറാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്തി തരുന്നത്. ഈ സോഫ്റ്റ്വെയറിൻ്റെ പേരെന്ന് പറഞ്ഞാൽ വ്യാപാർ എന്നുള്ളതാണ്. ഇപ്പോൾ വ്യാപാർ സോഫ്റ്റ്വെയർ നിങ്ങൾ ഏത് ബിസിനസ്സിനും ഉപയോഗിക്കാം. അത് ചെറിയ മുറുക്കാൻ കടയിലും ഉപയോഗിക്കാം, ഹോട്ടലിൽ ഉപയോഗിക്കാം, സൂപ്പർ മാർക്കറ്റ്, ചെറിയ ചെറിയ സൂപ്പർ മാർക്കറ്റിൽ ഉപയോഗിക്കാം, പലചരക്കടയിൽ ഉപയോഗിക്കാം, പച്ചക്കറി കടയിൽ ഉപയോഗിക്കാം, മെഡിക്കൽ ഷോപ്പിൽ ഉപയോഗിക്കാം, ഇലക്ട്രോണിക് ഷോപ്പിൽ ഉപയോഗിക്കാം. ഇനി സർവീസ് ബേസ്ഡ് ബിസിനസ്സാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ അതിനും ഉപയോഗിക്കാം. അങ്ങനെ എല്ലാ തരത്തിലുള്ള ബിസിനസ്സിലും ഉപയോഗിക്കാൻ പറ്റുന്ന വളരെ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള, ഞാൻ പറയുമല്ലേ, നിങ്ങൾ ചായ കുടിക്കുന്ന പൈസ മാത്രമേ ഇതിനാവുള്ളൂ. ഇത് 1 വർഷത്തെ ലൈസൻസ്, 3 വർഷത്തെ ലൈസൻസ് ഒക്കെ ഉണ്ട്. നിങ്ങൾക്ക് 1 വർഷത്തെ ലൈസൻസ് എടുക്കാൻ വേണ്ടി ഞാൻ സജസ്റ്റ് ചെയ്യുവാണ്. അത് ലൈസൻസ് നിങ്ങൾ പർച്ചേസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ, നോക്കിക്കഴിഞ്ഞാൽ അത് എത്രത്തോളം നിങ്ങളുടെ ബിസിനസ്സിനെ സഹായിക്കുന്നുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾക്ക് പോകെ മനസ്സിലാകും. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് ഈ ലൈസൻസ് എങ്ങനെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം, ഈ ഒരു ആപ്പ് നിങ്ങൾക്ക് എങ്ങനെ ഡൗൺലോഡ് ചെയ്യാം, ലൈസൻസ് എങ്ങനെ പർച്ചേസ് ചെയ്യാം, അഡീഷണലായിട്ട് 1 മാസം എക്സ്ട്രാ വാലിഡിറ്റി നിങ്ങൾക്ക് കിട്ടും, അത് എങ്ങനെ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. ഈ വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണുക. ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. എന്ത് സംശയമുണ്ടെങ്കിൽ താഴെ കമൻറ്റിൽ ഇപ്പം തന്നെ ചെയ്യുക. പിന്നെ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിലും പിൻ ചെയ്ത് വെച്ചിരിക്കുന്ന കമൻറ്റിലും ഉണ്ട്. അവിടെ പോയിട്ട് ക്ലിക്ക് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഇപ്പോൾ ഏറ്റവും ആദ്യം ഈ വ്യാപാർ ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി, ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കൊരു കമ്പ്യൂട്ടർ വേണം. അപ്പോൾ നിങ്ങൾ സെക്കൻഡ് ഹാൻഡിലൊക്കെ ഒരു കമ്പ്യൂട്ടർ കിട്ടുവാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു കമ്പ്യൂട്ടർ മേടിക്കുക. ഓക്കെ, 20,000-25,000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു കമ്പ്യൂട്ടർ, അതൊക്കെ ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ഒരു കമ്പ്യൂട്ടറൊക്കെ, ചെറിയൊരു കമ്പ്യൂട്ടറൊക്കെ, ഒരു കമ്പ്യൂട്ടർ, ചെറിയൊരു ബില്ലിംഗ് സിസ്റ്റം, അത് തെർമൽ പ്രിൻ്ററൊക്കെ ഒരു 2,500-3,000 രൂപയ്ക്ക് താഴെ തന്നെ തെർമൽ പ്രിൻ്റ് കിട്ടും. അപ്പോൾ ഈ സാധനങ്ങളൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുക, ഇതൊക്കെ ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് കരുതുക. അതിനുശേഷം നമ്മുടെ കമ്പ്യൂട്ടറിൽ
ഈ വിൻഡോസ് 7 അതിന് മുകളിലോ ഉള്ള ഒരു OS ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഈ കാണുന്ന ഒരു പേജിലേക്ക് വരിക. ഈ പേജിലേക്കുള്ള ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ കമ്പ്യൂട്ടറിൽ നിന്നാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ദാണ്ടെ ഈ ഒരു വെബ്സൈറ്റിലേക്ക് വരും. ഈ വെബ്സൈറ്റിലേക്ക് വന്നതിന് ശേഷം ഡൗൺലോഡ് നൗ ഫോർ ഡെസ്ക്ടോപ്പ് എന്ന് പറയുന്ന ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അതിന് മുമ്പ് ഞാനിവിടെ കുറേ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഈ വ്യാപാർ ആപ്പ് എന്നുള്ളത് 1 കോടിയിലധികം കസ്റ്റമേഴ്സ് യൂസ് ചെയ്യുന്ന ഒരു ആപ്പാണ്. 15 ദിവസത്തെ ഫ്രീ ട്രയലുണ്ട്. ഇപ്പോൾ എടുത്ത ഉടനെ പൈസ പേ ചെയ്യണമെന്നില്ല. നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിച്ച് ഒരാഴ്ച കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്കത് പർച്ചേസ് ചെയ്താലും മതി. പ്ലേ സ്റ്റോറിലൊക്കെ 4.7 ആണ് റേറ്റിംഗ്. കാരണം ഇവർക്ക് മൊബൈലിലും ആപ്പുണ്ട്. പിന്നെ ഒട്ടേറെ കസ്റ്റമേഴ്സ് പോസിറ്റീവായിട്ടുള്ള റിവ്യൂ കൊടുത്തിരിക്കുന്ന ഒരു ആപ്പാണിത്. അപ്പോൾ ഇത് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഏറ്റവും ആദ്യം ഞങ്ങളുടെ ഈ കാണുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യണം. അങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും ഇത് ഡൗൺലോഡ് ആകും. അപ്പോൾ ഡൗൺലോഡ് ആകുമ്പോൾ എന്താ RJJOOV ഇൻസ്റ്റാളർ വ്യാപാർ ആപ്പ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വരും. അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും ഇൻസ്റ്റാൾ ആകുന്നത് കാണാൻ സാധിക്കും. അപ്പോൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് എന്താണ്ട് ഇതുപോലെ വരും. ഇൻസ്റ്റാളിങ് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഡൗൺലോഡിങ് പാക്കേജ് എന്നൊക്കെ പറഞ്ഞിട്ട് കാണിക്കും. അപ്പോൾ ഇത് നിങ്ങൾ ചെയ്യുക. അപ്പോൾ ഇൻസ്റ്റാൾ ആയി കഴിയുമ്പോഴത്തേക്കും എന്തൊക്കെ ചെയ്യണം, ഏറ്റവും ആദ്യം എന്ത് ചെയ്യണം എന്നുള്ള കാര്യമൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. എങ്ങനെ കസ്റ്റമറിന് ബില്ലടിച്ച് കൊടുക്കും, എങ്ങനെ ലൈസൻസ് പർച്ചേസ് ചെയ്യും, ഇൻവെൻട്രി എങ്ങനെ ആഡ് ചെയ്യും, ഇൻവെൻട്രി എങ്ങനെ മാനേജ് ചെയ്യാം, പർച്ചേസ് ബില്ല് എങ്ങനെ ആഡ് ചെയ്യാം, നമ്മുടെ പ്രോഫിറ്റ് ഡേ ബൈ ഡേ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം, ഐറ്റം വൈസ് പ്രോഫിറ്റ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം, എങ്ങനെ പ്രിൻ്ററിൻ്റെ സെറ്റിങ്സ് ഒക്കെ എങ്ങനെ ചെയ്യാം തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഞാനിപ്പോൾ കാണിച്ചു തരാം. ഇപ്പോൾ വ്യാപാർ ആപ്പ് ഇൻസ്റ്റാൾ ആയിരിക്കുകയാണ് നമ്മുടെ സിസ്റ്റത്തിൽ. നിങ്ങൾ ഇൻ്റർനെറ്റിൻ്റെയൊക്കെ സ്പീഡൊക്കെ അനുസരിച്ച് 1-2 മിനിറ്റോ 5 മിനിറ്റുള്ളിൽ തന്നെ ഇൻസ്റ്റാൾ ആകും. ഇപ്പോൾ ഇൻസ്റ്റാൾ ആയിക്കഴിഞ്ഞാൽ ഇതാണ്ട് ഇതുപോലെയാണ് ഇതിൻ്റെ ഇൻ്റർഫേസ് വരിക. അപ്പോൾ ഏറ്റവും ആദ്യം ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് വരും. ഇങ്ങനെ ഇൻ്റർഫേസ് വരുമ്പം ഏറ്റവും ആദ്യം നമ്മുടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യുക. അപ്പോൾ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യാൻ വേണ്ടി നിങ്ങളുടെ മൊബൈൽ നമ്പർ കൊടുക്കുക. ഞാൻ ലോഗിൻ കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ലോഗിൻ എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പം നിങ്ങളുടെ ആ ഒരു നമ്പറിലേക്ക് OTP വരും. ആ OTP നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുക്കണം. എന്നിട്ട് സബ്മിറ്റ് എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഇങ്ങനെ ഒരു ഓപ്ഷൻ വരും, ഗെറ്റ് എ ഫ്രീ ഡെമോ. അപ്പോൾ നിങ്ങൾക്ക് ഡെമോ വേണമെങ്കിൽ ടേക്ക് ഫ്രീ ഡെമോ എന്ന് പറഞ്ഞ ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. ഇല്ലെങ്കിൽ ഐ വിൽ എക്സ്പ്ലോർ മൈസെൽഫ്. ഇപ്പോൾ ഞാൻ ഐ വിൽ എക്സ്പ്ലോർ മൈസെൽഫ് എന്ന് പറഞ്ഞ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുവാണ്. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ വ്യാപാറിൻ്റെ ഡാഷ്ബോർഡിലേക്ക് ഏറ്റവും ആദ്യം കടന്നു വരും. അപ്പോൾ നമ്മൾ വ്യാപാറിൻ്റെ ഡാഷ്ബോർഡിലേക്ക് ഏറ്റവും ആദ്യമായിട്ട് കടന്നു വന്നിരിക്കുകയാണ്. ഇങ്ങനെയാണ് ഈ ഡാഷ്ബോർഡ് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ഈ ലെഫ്റ്റ് സൈഡിൽ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടാകും. തന്നെ ഇതുപോലത്തെ കുറേ ബട്ടണൊക്കെ ഉണ്ടാകും. അപ്പോൾ മെയിനായിട്ടുള്ള പേജിൽ ഇങ്ങനെ കുറച്ച് സംഭവങ്ങളുണ്ടാകും. അപ്പോൾ ഏറ്റവും ആദ്യം നമ്മുടെ ബിസിനസ്സിൻ്റെ നെയിം എൻ്റർ ചെയ്യാനാണ് ചോദിക്കുന്നത്. ഇവിടെ മുകളിൽ എൻ്റർ ബിസിനസ് നെയിം എന്നുള്ള സ്ഥലത്ത് ബിസിനസ്സിൻ്റെ നെയിം അടിച്ചു കൊടുക്കുക. ഇവിടെ ഞാൻ എൻ്റെ കടയുടെ പേര് അടിച്ചു കൊടുക്കുകയാണ്. അതിനുശേഷം സേവ് എന്ന് പറയുന്ന ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്ഡേറ്റഡ് സക്സസ്ഫുള്ളി എന്ന് വരും. വെൽക്കം ടു വ്യാപാർ എന്ന് പറഞ്ഞിട്ട് വരും. ഇപ്പോൾ ലെഫ്റ്റ് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ കുറേ കാര്യങ്ങൾ കാണാൻ പറ്റും. നമ്മൾ ഈ ഹോമിൻ്റെ ഈ ബട്ടണിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ എക്സ്പാൻഡ് ആയി വരും. ഈ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് കുറേയധികം ഡീറ്റെയിൽസ് കാണാൻ സാധിക്കും. ഉണ്ടല്ലേ, ഹോം, പാർട്ടീസ്, ഐറ്റംസ്, സെയിൽ, പർച്ചേസ്, ക്വിക്ക് ബില്ലിംഗ്, എക്സ്പെൻസസ്, ഇങ്ങനെ കുറേ ഇതുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ ലൈസൻസ് പർച്ചേസ് ചെയ്യണം. ഇതിൻ്റെ വ്യാപാർ ആപ്പിൻ്റെ പ്രൈസ് എത്രയാണെന്നല്ല അറിയേണ്ടത്. ഏറ്റവും ആദ്യം ഇതിൻ്റെ ലൈസൻസ് പർച്ചേസ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് ഏതായാലും 15 ദിവസത്തെ ട്രയലുണ്ട്. ഇപ്പോൾ ലൈസൻസ് പർച്ചേസ് ചെയ്ത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1 മാസം എക്സ്ട്രാ ഇപ്പോൾ വാലിഡിറ്റി കിട്ടും. കാരണം നിങ്ങൾ ഈ ലിങ്ക് ഉപയോഗിച്ച് നിങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ എൻ്റെ റെഫറൽ കോഡ് ഉപയോഗിച്ചിട്ടാണ് പർച്ചേസ് ചെയ്യുന്നത്. അത് ഉപയോഗിക്കുന്നത് വഴി നിങ്ങൾക്ക് 1 മാസത്തെ എക്സ്ട്രാ വാലിഡിറ്റി 1 വർഷത്തെ പർച്ചേസ് ലഭിക്കുന്നതാണ്. ഈ ട്രയൽ ഇൻഫോ, അതായത് ഈ ലെഫ്റ്റ് സൈഡിൽ ഇങ്ങനെ താഴോട്ട് വരുമ്പം ഈ ട്രയൽ ഇൻഫോ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഈ ബട്ടണിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പം യു ആർ ഓൾമോസ്റ്റ് ഡൺ വിത്ത് യുവർ ഫസ്റ്റ് ഇൻവോയ്സ്, ആർ യു ഷുവർ യു വാണ്ട് ടു ലീവ്. അപ്പോൾ ഇവിടെ യെസ് ഐ വാണ്ട് ടു ലീവ് എന്ന് പറയുന്ന ബട്ടണിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്ലാൻസിൻ്റെ കാര്യം കാണിക്കും. ഓക്കെ, അപ്പോൾ പ്ലാൻസ് എന്ന് പറയുമ്പം 1 ഇയർ പ്ലാൻ ഉണ്ട്, 3 ഇയർ പ്ലാൻ ഉണ്ട്. അപ്പോൾ 1 ഇയർ പ്ലാൻ ഇവിടെ നമുക്ക് ചേഞ്ച് ചെയ്യാം. 1 ഇയർ പ്ലാൻ വേണോ 3 ഇയർ പ്ലാൻ വേണോ എന്നുള്ളത്. അപ്പോൾ 1 ഇയർ പ്ലാൻ തന്നെ ഞാൻ കാണിച്ചു തരാം. നമുക്ക് ഡെസ്ക്ടോപ്പ് പ്ലസ് മൊബൈൽ, ഡെസ്ക്ടോപ്പ് മൊബൈൽ എന്ന് പറഞ്ഞിട്ട് ഡെസ്ക്ടോപ്പ് പ്ലസ് മൊബൈൽ തന്നെയാണ് ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നത്. അപ്പം ഇതിൽ തന്നെ നമുക്ക് 2 പ്ലാൻ ഉണ്ട്, സിൽവർ പ്ലാനും ഗോൾഡ് പ്ലാനും. ഇപ്പോൾ സിൽവർ പ്ലാൻ എന്ന് പറയുമ്പോൾ 3399 രൂപയാണ് ഒരു വർഷത്തെ. 3399 രൂപ പ്ലസ് GST ആണ് വരിക. ഗോൾഡ് പ്ലാൻ ആകുമ്പോൾ 3999 രൂപ പ്ലസ് GST. ഇത് തമ്മിലുള്ള വ്യത്യാസം ഏതായാലും നിങ്ങൾ നോക്കിക്കോളൂ. ഈ സിൽവർ പ്ലാൻ ആകുമ്പോൾ നമുക്ക് 3 കമ്പനീസ് മാത്രമേ ആഡ് ചെയ്യാൻ സാധിക്കുള്ളൂ. ഗോൾഡ് പ്ലാൻ ആകുമ്പം അൺലിമിറ്റഡ് കമ്പനീസാണ്. ഇ-വേ ബിൽസ് ഇതിൽ 10 പെർ മന്ത് ആണ്, മറ്റേതിൽ അൺലിമിറ്റഡ് ആണ്. അതേപോലെ മാനേജർ ഗോഡൗൺസ് ആൻഡ് ട്രാൻസ്ഫർ സ്റ്റോക്ക് ഇവിടെ ഇല്ല, അവിടെ ഉണ്ട്. ഇങ്ങനെ കുറേയധികം വ്യത്യാസങ്ങൾ അവിടെ ഇവിടെ ഉണ്ട്. നിങ്ങൾക്ക് ഏതാണ് വേണ്ടത് എന്നുള്ള കാര്യം നിങ്ങൾ സെലക്ട് ചെയ്യുക. ഇപ്പോൾ തുടക്കക്കാരൊക്കെ ആണെങ്കിൽ ഒരു കമ്പനിയൊക്കെ ഉള്ളൂ, ഒരു കടയൊക്കെ ഉള്ളൂ,
ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് സിൽവർ പ്ലാൻ തന്നെ എടുക്കാവുന്നതാണ്. അപ്പോൾ അതിന് ശേഷം ഈ ബൈ നൗ എന്ന് പറയുന്ന ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ഇവിടെയുണ്ട് മറ്റിടത്തുമുണ്ട്, ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു പോപ്പപ്പ് ഓപ്പണായി വരുന്നത് കാണാൻ സാധിക്കും. ഓപ്പണായി വന്നു കഴിഞ്ഞാൽ സിൽവർ പ്ലാൻ ഇപ്പോൾ വില കാണുന്നുണ്ട്. ഇപ്പോൾ RJJOV എന്ന് നമ്മുടെ റെഫറൽ കോഡ് ഓട്ടോമാറ്റിക്കായിട്ട് അപ്ഡേറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ GST നമ്പർ ഉപയോഗിക്കാം, ഇനി ഇല്ലെങ്കിലും കുഴപ്പമില്ല. GST വരുന്നത് 611 രൂപയാണ്. അപ്പോൾ 4010.82 ഇതിൻ്റെ വില വരുന്നത്. പിന്നെ അപ്പോൾ സെയിൽസ് ഉണ്ടാകും. അപ്പോൾ സെയിൽസ് ഉണ്ടാകുന്നത് അത് നിങ്ങളിത് ഏറ്റവും ആദ്യം ട്രയലൊക്കെ ഡൗൺലോഡ് ചെയ്തിട്ട് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ സെയിൽസ് ഡേ ഉണ്ടാവും, ഇല്ലെങ്കിൽ ഇതിൻ്റെ നോർമൽ ഡേയ്സിലെ പ്രൈസൊക്കെ ഇതാണ് 4000 രൂപ. അപ്പോൾ 4000 രൂപ എന്ന് പറയുമ്പം നിങ്ങൾക്ക് ഒരു ദിവസം ഏതാണ്ട് 10 രൂപ അല്ലേ, ഒരു ദിവസം ഏതാണ്ട് 10-12 രൂപയോളം നിങ്ങൾക്ക് ചിലവ് വരുന്നുണ്ട്. അപ്പം നമ്മൾ ചായ കുടിക്കുന്ന പൈസ എന്ന് ഞാൻ പറഞ്ഞില്ല, അത്രേ വരുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു പൈസ എന്ന് പറഞ്ഞാൽ നമ്മൾ 4000 രൂപ നോക്കുമ്പോൾ വലിയ തുകയായിട്ട് നിങ്ങൾക്ക് തോന്നിയേക്കാം, പക്ഷേ ഈ ഒരു തുക എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു ദിവസം ചായ കുടിക്കുന്ന പൈസ മാത്രമാണ്. ഈ ഒരു സംഭവം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതോടുകൂടി, ഈ പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നതോടുകൂടി നിങ്ങളുടെ ബിസിനസ്സിൽ നിങ്ങൾക്ക് ഒട്ടേറെ പ്രയോജനമാണ് ലഭിക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഇത് ചെയ്യാൻ വേണ്ടി നിങ്ങൾ മടിക്കേണ്ട കാര്യമൊന്നുമില്ല. അതിനുശേഷം ഈ പേ എന്ന് പറയുന്ന പേ 4010 എന്ന് പറയുന്ന ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറേയധികം ഓപ്ഷൻ ഉണ്ട് പേയ്മെൻറ്റ് നടത്താൻ വേണ്ടിയിട്ട്. കുറേയധികം ഓപ്ഷൻസ് ഉണ്ട് ഇവിടെ. നമുക്ക് UPI, QR, കാർഡ്, നെറ്റ് ബാങ്കിങ്, വാലറ്റ്, ആമസോൺ പേ വെച്ച് കഴിഞ്ഞാൽ 40 രൂപ ക്യാഷ് ബാക്ക് ഉണ്ടെന്നൊക്കെയാണ് കാണിക്കുന്നത്. EMI വെച്ചിട്ട് EMI ഓപ്ഷൻസ് ഉണ്ട്. ബജാജ് ഫിൻസറൊക്കെ ഉണ്ടെങ്കിൽ, ബജാജിൻ്റെ കാർഡൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് അതുവഴിയൊക്കെ വാങ്ങാൻ പറ്റും. അപ്പോൾ ഏതെങ്കിലും ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്കിത് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അപ്പം ഞാനിപ്പം തൽക്കാലം എനിക്ക് ഓൾറെഡി ലൈസൻസ് ഉണ്ട്, അത് പർച്ചേസ് ചെയ്യുന്നില്ല. ഇപ്പോൾ 14 അതെ അതായത് 15 ദിവസത്തെ ഫ്രീ ട്രയലാണുള്ളത്. അതിൻ്റെ ഇടയ്ക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് എപ്പം വേണമെങ്കിലും പർച്ചേസ് ചെയ്യാം. ഓക്കെ, ഇനി അങ്ങനെയാണ് പർച്ചേസ് ചെയ്യുന്നത്. ഇനി അഗൈൻ നമ്മൾ ഹോമിലേക്ക് ബാക്ക് വരണം. ഈ ഹോം എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് സൈഡിലുള്ള ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മെയിൻ ഡാഷ്ബോർഡിലേക്ക് വരും. നമ്മുടെ മെയിൻ ഡാഷ്ബോർഡിൽ ഏറ്റവും ആദ്യം ഒരു ഡമ്മി ആയിട്ടൊരു സെയിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വ്യാപാർ ആപ്പിൻ്റെ നോർമലായിട്ട് എപ്പോഴുള്ള ഒരു ഡാഷ്ബോർഡിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ഈ ആഡ് സാമ്പിൾ ഐറ്റം എന്ന് പറയുന്ന ഈ ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സാമ്പിൾ ഐറ്റം ആഡായിട്ടുണ്ടാവും. വെറുതെ ഒരു അമൗണ്ട്, ഇൻവോയ്സ് അമൗണ്ട് നമ്മളിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. കസ്റ്റമർ നെയിം വെറുതെ ഒന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. നമ്മൾ നമ്മുടെ തന്നെ പേര് കൊടുക്കണം. ഇപ്പോൾ എൻ്റെ പേര്, ഇത് നമ്മൾ ഡെമോ ആണ് ചെയ്യുന്നത് കേട്ടോ, ഇതെല്ലാവരും തന്നെ ചെയ്യണം. ഏറ്റവും ആദ്യത്തെ ഇപ്പോൾ സത്യ എന്ന് പറഞ്ഞൊരു പേര് അടിച്ചു കൊടുക്കുന്നു. ഇതെല്ലാം സാമ്പിളാണ്, ഏറ്റവും ആദ്യത്തെ ഇൻവോയ്സ് ആണ്. അപ്പോൾ ഇൻവോയ്സ് അമൗണ്ട് എന്താണ്, ഓക്കെ, ഇതിൽ കിടക്കുന്നത് തന്നെ ഇരുന്നോട്ടെ. അപ്പോൾ ക്രിയേറ്റ് യുവർ ഫസ്റ്റ് ഇൻവോയ്സ്, ഒന്നും ചെയ്യേണ്ട, ഇത് ഡമ്മിയാണ്. ഓക്കെ, ക്രിയേറ്റ് യുവർ ഫസ്റ്റ് ഇൻവോയ്സ്. അങ്ങനെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഡമ്മി ഇത് ക്രിയേറ്റ് ആയിട്ടുണ്ട്, ഒരു ഡമ്മി ബില്ല് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഇത് ക്ലോസ് ചെയ്തേക്കുക. ഓക്കെ, ഈ ക്ലോസ് ബട്ടൺ ഇവിടെ 2 ക്ലോസ് ഉണ്ട്. ഈ താഴത്തെ ക്ലോസ് ബട്ടണാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. ഇത് ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അത് എല്ലാം റെഡി ആയി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഡാഷ്ബോർഡ് തന്നെ ഈ ഒരു രൂപത്തിലേക്ക് വരും. ഇനി അങ്ങോട്ട് വ്യാപാറിൻ്റെ ഡാഷ്ബോർഡ് ഈ ഒരു രൂപത്തിലും ഭാവത്തിലുമാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഹോം പേജ് വരിക. ഈ ഹോം പേജിൽ ക്വിക്കായിട്ട് നമുക്ക് ഗ്ലാൻസ് ചെയ്യാൻ കഴിയുന്ന കുറേയധികം കാര്യങ്ങൾ. ഈ മാസത്തെ സെയിൽ എത്രയാണ്, അപ്പോൾ ഈ മാസം എന്നുള്ളത് നമുക്ക് ചേഞ്ച് ചെയ്യാം. കഴിഞ്ഞ മാസം എത്ര, ദിസ് ക്വാർട്ടർ എത്ര, ദിസ് ഇയർ എത്ര എന്ന് നമുക്ക് ചേഞ്ച് ചെയ്യാം. ഈ മാസത്തെ എക്സ്പെൻസസ് എത്ര എന്നുള്ളത് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇവിടെ പ്രൈവസി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഇത് നമ്മളിങ്ങനെ ടോഗിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പ്രൈവസി മോഡ് എനേബിൾ, ഇത് ഈ ഡാറ്റയൊക്കെ നമുക്ക് ഹൈഡ് ചെയ്ത് വെക്കാൻ പറ്റും. കസ്റ്റമേഴ്സൊക്കെ വരുന്ന അവർക്ക് കാണാൻ പറ്റാത്ത രീതിയിൽ ഹൈഡ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ടോഗിൾ ചെയ്ത് കഴിഞ്ഞാൽ അഗൈൻ നമുക്ക് എല്ലാ കാര്യങ്ങളും കാണാൻ സാധിക്കും. പിന്നെ ഇവിടെ നിങ്ങൾ എത്ര രൂപ യു വിൽ റിസീവ്, എത്ര രൂപ നിങ്ങൾക്ക് കിട്ടും, നിങ്ങൾ എത്ര രൂപ വേറൊരാൾക്ക് പേ ചെയ്യണം, പർച്ചേസ് ഈ മാസം എത്ര രൂപയ്ക്ക് നടത്തി, അപ്പോൾ ദിസ് മന്ത് എന്നുള്ളത് നമുക്ക് മാറ്റാൻ പറ്റും. പിന്നെ ഈ ഒരു സ്ഥലത്ത് സ്റ്റോക്ക് ഇൻവെൻ്ററി, നമ്മുടെ സ്റ്റോക്കിൻ്റെ വാല്യൂ എത്രയാണ്, ലോ സ്റ്റോക്സ് എന്തൊക്കെയുണ്ട്, ബാങ്ക് അക്കൗണ്ട്സിൽ എന്തൊക്കെയുണ്ട്, ലോൺ അക്കൗണ്ട്സ് ഏതൊക്കെയാണ്, സെയില് എന്തൊക്കെ സെയിൽ ഓർഡേഴ്സ് ഉണ്ട്, ഡെലിവറി ചെല്ലാൻ, പർച്ചേസ്, ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഇവിടെ കാണാൻ സാധിക്കും. പിന്നെ മുകളിൽ ആഡ് സെയിൽ, ആഡ് പർച്ചേസ്, ആഡ് മോർ എന്ന് പറയുന്ന 3 ഓപ്ഷനുണ്ട്. അപ്പോൾ ഈ 2 ഓപ്ഷൻ ബൈ ഡിഫോൾട്ടായിട്ടുള്ളതാണ്, ആഡ് സെയിലും ആഡ് പർച്ചേസും. ഈ ആഡ് സെയിൽ എന്ന് പറഞ്ഞാൽ നമ്മളൊരു കസ്റ്റമറിന് ബില്ല് അടിച്ചു കൊടുക്കാൻ വേണ്ടി, ഒരു ഇൻവോയ്സ് അടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഇതാണ്, ഇൻവോയ്സ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഓപ്ഷനാണ്. ഓക്കെ, അപ്പോൾ ഇതിലേക്ക് നമുക്ക് കടന്നു വരാം. പിന്നെ ഞാൻ കസ്റ്റമർ സപ്പോർട്ടിൻ്റെ കാര്യം പറഞ്ഞായിരുന്നു. ഇതെപ്പോഴും ഞങ്ങളുടെ വാട്സാപ്പിലും ഫോൺ വഴിയും ഈ നമ്പറുകളിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. ഈ നമ്പറുകളിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും, ടെക്നിക്കലായിട്ട് എന്ത് കാര്യങ്ങൾ സംശയം ഉണ്ടെങ്കിലും പറഞ്ഞു തരാൻ കസ്റ്റമർ സപ്പോർട്ട് 24 മണിക്കൂറും റെഡി ആയിട്ടിരിക്കുന്ന ഒരു സംഭവമാണ് വ്യാപാർ ആപ്പ്. സംസാരിക്കണമെങ്കിൽ അതിലൊരു ടൈമിംഗ് ഉണ്ട്, രാവിലെ മുതൽ വൈകുന്നേരം വരെ. പിന്നെ വാട്സാപ്പിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം, മെയിൽ സപ്പോർട്ടുണ്ട്. പിന്നെ നിങ്ങൾ ഇതുവഴിയാണ് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ ഞാൻ ഈ താഴെ വാട്സാപ്പിൻ്റെ എൻ്റെ നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട്, അതുവഴി നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.
ഇപ്പോൾ മലയാളം സപ്പോർട്ടും ഉണ്ട് കേട്ടോ. മലയാളം സപ്പോർട്ട്, ഹിന്ദി സപ്പോർട്ട്, ഇംഗ്ലീഷ് എല്ലാ ലാംഗ്വേജിലും സപ്പോർട്ട് അവൈലബിൾ ആണ്. അപ്പോൾ ഡാഷ്ബോർഡ് എന്താണെന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായി. ഇനി ഈ ലെഫ്റ്റ് സൈഡിൽ കുറേ സംഭവങ്ങളുണ്ടല്ലേ. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഈ സംഭവങ്ങളൊക്കെ എന്താണ് എന്നുള്ള കാര്യം ഞാൻ കാണിച്ചു തരാം. ഏറ്റവും ആദ്യം പാർട്ടീസാണ്. ഈ പാർട്ടീസിൽ ഒരു മിനിറ്റ്. ഇപ്പോൾ ഈ പാർട്ടീസ് എന്ന് പറഞ്ഞ ഈ ബട്ടണിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെയൊക്കെ പേര് ആഡ് ചെയ്യാനുള്ള ഒരു സെക്ഷനാണ്. ഇപ്പോൾ നമ്മുടെ ഫോണിൽ കോൺടാക്ട് ഡീറ്റെയിൽസൊക്കെ നമ്മൾ സേവ് ചെയ്ത് വെക്കുകയില്ല, ആളുകൾ, അവരുടെ നമ്പർ, ഇമെയിൽ അഡ്രസ്സ്. അതേപോലെ നമ്മുടെ പാർട്ടീസ് എന്നുള്ളൊരു പേരാണ്. പാർട്ടീസ് എന്ന് പറയുമ്പം നമ്മൾ ഹോൾസെയിലായിട്ട് സാധനങ്ങൾ വാങ്ങുന്ന ആൾ, അവരും പാർട്ടീസാണ്. നമ്മുടെ നിന്ന് സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്ന നമ്മുടെ ക്ലയൻസും അവരും പാർട്ടീസാണ്. അപ്പോൾ ഇങ്ങനത്തെ പാർട്ടീസിനെയൊക്കെ ആഡ് ചെയ്യാനുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ കോൺടാക്റ്റുള്ള പാർട്ടീസിനൊക്കെ ആഡ് ചെയ്യാം. അപ്പോൾ ആഡ് പാർട്ടി കൊടുത്തു കഴിഞ്ഞാൽ പാർട്ടിയുടെ പേര്, ഫോൺ നമ്പർ, അഡ്രസ്സ്, ക്രെഡിറ്റ് ആൻഡ് ബാലൻസ്, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ നിലവിൽ ഏറ്റവും ആദ്യം നമ്മളൊരു ബില്ല് ജനറേറ്റ് ചെയ്തില്ലായിരുന്നല്ലോ, ഇൻവോയ്സ് ബില്ല് ജനറേറ്റ് ചെയ്യായിരുന്നല്ലോ. ആ ഒരു സമയത്ത് ഞാൻ നമ്മുടെ പേര് വെച്ച് തന്നെ ഒരു ഇൻവോയ്സ് ബില്ല് ജനറേറ്റ് ചെയ്തായിരുന്നു. അതിൻ്റെ ഒരു പേരാണ് ഈ കാണിക്കുന്നത്. ഇനി ഐറ്റംസ് പറഞ്ഞ ഒരു ഇതാണ് സെക്കൻഡ് വരുന്നത്. ഈ ഐറ്റംസിൽ ഈ പ്ലസ് ഐക്കൺ ഉണ്ട്. ഈ പ്ലസ് ഐക്കൺ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ തന്നെ ഉടനെ തന്നെ നമുക്കൊരു ഐറ്റം ആഡ് ചെയ്യാം അല്ലേ. ഏറ്റവും ആദ്യം നമ്മളൊരു സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം നമ്മുടെ കടയിലുള്ള സ്റ്റോക്കൊക്കെ ആഡ് ചെയ്യണം അല്ലേ. അപ്പോൾ ആ ഒരു കാര്യം ചെയ്യാനാണ് ഈ ഐറ്റംസ് ആഡ് ചെയ്യുന്നത്. ഇപ്പോൾ ഐറ്റംസ് ആഡ് ചെയ്യാൻ നമുക്ക് രണ്ട് മൂന്ന് വഴിയുണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വലായിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഓരോ ഐറ്റമായിട്ട് ആഡ് ചെയ്യാൻ സാധിക്കും. ഒന്നില്ലെങ്കിൽ ബൾക്കായിട്ട് ആഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഐറ്റംസിൽ ക്ലിക്ക് ചെയ്തിട്ട്, അതായത് ഈ പ്ലസ്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ ഒരു ഇതാണ് വരുന്നത്. ഇവിടെ ഓരോ ഐറ്റവും ഇത് പ്രൊഡക്റ്റ് ആണോ സർവീസാണോ, ഐറ്റത്തിൻ്റെ പേരെന്താണ്, ഐറ്റത്തിൻ്റെ HSN എന്താണ്, യൂണിറ്റ് എന്താണ്. ഇപ്പോൾ യൂണിറ്റ് എന്ന് പറയുമ്പോൾ 2 യൂണിറ്റ് ഉണ്ട്. നമുക്ക് ചിലപ്പോൾ ഒരു ബോക്സ് എന്ന് പറഞ്ഞാൽ 1/2 കിലോ ആയിരിക്കും. അപ്പോൾ ബോക്സ് പ്രൈമറി യൂണിറ്റ് ആയിട്ടും സെക്കൻഡ് യൂണിറ്റ് ആയിട്ട് ഗ്രാംസും. അപ്പോൾ ഗ്രാംസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു ബോക്സിൻ്റെ അകത്ത് 500 ഗ്രാം ഉണ്ടെങ്കിൽ 500 ഗ്രാംസ് എന്ന് ഇങ്ങനെ ചെയ്യാൻ പറ്റും. അപ്പോൾ പ്രൈമറി യൂണിറ്റും സെക്കൻഡറി യൂണിറ്റും ഉണ്ട്. പിന്നെ കാറ്റഗറി എന്താണ്, നമുക്ക് പുതിയ കാറ്റഗറി നമുക്ക് ആഡ് ചെയ്യാം. ഗ്രോസറി എല്ലാം ഒരു കാറ്റഗറി, പിന്നെ എന്താണ് ഒരു പച്ചക്കറി എല്ലാം ഒരു കാറ്റഗറി. ഇപ്പോൾ മെഡിസിനിൽ തന്നെ പല കാറ്റഗറി ഉണ്ടല്ലോ. പനിക്കുള്ള മരുന്നൊക്കെ ഒരു കാറ്റഗറി, ഞാൻ എക്സാമ്പിൾ പറയുന്നതാണ്. ഇപ്പോൾ ഇലക്ട്രോണിക് ഐറ്റംസിൽ പല കാറ്റഗറി ഉണ്ട്. അങ്ങനെ കാറ്റഗറി ആഡ് ചെയ്യാനുള്ള ഒരു സെറ്റപ്പാണിത്, ഒരു ഓപ്ഷനാണിത്. പിന്നെ ഐറ്റത്തിൻ്റെ കോഡ് നമുക്ക് അസൈൻ ചെയ്യാം. ഐറ്റത്തിൻ്റെ ഇമേജ് ഇവിടെ ആഡ് ചെയ്യാം. പിന്നെ ഇവിടെ സെയിൽ പ്രൈസ് ഇവിടെ സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ സെയിൽ പ്രൈസ് എന്ന് പറയുമ്പം എത്ര രൂപയ്ക്ക് നമ്മൾ വിൽക്കുന്നു എന്നുള്ളത്. അപ്പോൾ ആ സെയിൽ പ്രൈസിൽ വിത്ത് ടാക്സ് ആണോ വിത്തൗട്ട് ടാക്സ് ആണോ എന്നുള്ള കാര്യം ഇവിടെ നമുക്ക് മെൻഷൻ ചെയ്യാം. ഡിസ്കൗണ്ട്, ഈ ഐറ്റത്തിൽ നമ്മൾ എന്തെങ്കിലും ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് പെർസെൻറ്റേജ് വൈസോ അതോ അമൗണ്ട് വൈസോ കൊടുക്കുന്നുണ്ടെങ്കിൽ അത് നമുക്കിവിടെ സെറ്റ് ചെയ്യാം. ഇനി ഹോൾസെയിൽ പ്രൈസ്, ഹോൾസെയിൽ പ്രൈസ് എന്ന് പറഞ്ഞാൽ ഹോൾസെയിൽ പ്രൈസ് എത്രയാണ്. അതായത് നമുക്ക് 2 തരം ക്ലയൻസ് ഉണ്ടാവും. നോർമൽ റീറ്റെയിലായിട്ട് പർച്ചേസ് ചെയ്യുന്ന ആളുണ്ടാവും, ഹോൾസെയിലേഴ്സ് ഉണ്ടാവും. അപ്പോൾ അങ്ങനത്തെ ഹോൾസെയിലിൽ പർച്ചേസ് ചെയ്യുന്ന ആൾക്ക് സെപ്പറേറ്റ് പ്രൈസ് സെറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ നോർമൽ സെയിൽ പ്രൈസ് 100 രൂപയാണ്. ഹോൾസെയിലായിട്ട് ഐറ്റംസ് ആളുകൾ എടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അവർക്ക് 80 രൂപയ്ക്ക് കൊടുക്കാം. അപ്പോൾ മിനിമം ഹോൾസെയിൽ ക്വാണ്ടിറ്റി എത്രയാവണം, അത് ഇമ്പോർട്ടൻ്റ് ആണ്. റീറ്റെയിൽ പ്രൈസ് എന്ന് പറഞ്ഞാൽ ഒരു ഐറ്റം വാങ്ങുന്നവർക്ക് പോലും റീറ്റെയിൽ നമുക്ക് കൊടുക്കാൻ പറ്റും ഈ പ്രൈസിൽ. പക്ഷേ ഹോൾസെയിൽ പ്രൈസ് 80 രൂപ എന്ന് പറയുന്ന പ്രൈസിൽ ഈ സാധാരണ കസ്റ്റമേഴ്സിന് കൊടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ മിനിമം ഹോൾസെയിൽ ക്വാണ്ടിറ്റി, മിനിമം ഒരു 10 ക്വാണ്ടിറ്റി എടുത്തെങ്കിൽ ഓക്കെ അത് ഹോൾസെയിൽ പ്രൈസിൽ കൊടുക്കാം എന്നുള്ള കാര്യം മെൻഷൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് 10 എണ്ണം എടുക്കുന്നവർക്ക് ഈ ഒരു പ്രൈസിൽ നമുക്ക് വേണമെങ്കിൽ കൊടുക്കാൻ സാധിക്കും. ഇനി നമുക്ക് ലാഭമൊക്കെ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ പർച്ചേസ് പ്രൈസ് എത്രയാണെന്നുള്ള കാര്യം നമ്മൾ ഇതിൽ മെൻഷൻ ചെയ്യണ്ടേ. അപ്പോൾ പർച്ചേസ് പ്രൈസ് ലെറ്റസേ നമ്മൾ 100 രൂപയ്ക്കാണ് വിൽക്കുന്നത്, ഹോൾസെയിൽ പ്രൈസ് 80 രൂപയാണെങ്കിൽ പർച്ചേസ് പ്രൈസ് നമുക്ക് 60 രൂപയെന്ന് വയ്ക്കാം. ഇപ്പോൾ 60 രൂപ വിത്ത് ടാക്സ് ആണോ വിത്തൗട്ട് ടാക്സ് ആണോ എന്നുള്ള കാര്യം ഇവിടെ മെൻഷൻ ചെയ്യാം. ടാക്സസിൻ്റെ റേറ്റ് എത്രയാണെന്നുള്ള കാര്യം ഇവിടെ മെൻഷൻ ചെയ്യാം. അതിനുശേഷം സേവ് കൊടുക്കാം. അപ്പോൾ സേവ് കൊടുത്തു കഴിഞ്ഞാൽ സേവ് ആയിക്കോളും. സേവ് ആൻഡ് ന്യൂ കൊടുത്തു കഴിഞ്ഞാൽ ഇത് സേവ് ആയിട്ട് പുതിയ വേറൊരു ബോക്സ് ഇതേപോലെ വരും. ഇപ്പോൾ ഇത് ജസ്റ്റ് പ്രൊഡക്റ്റിന് മാത്രമല്ല സർവീസസിനും ആപ്ലിക്കബിൾ ആണ്. ഇപ്പോൾ സർവീസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു ടാക്സ് കൺസൾട്ടൻ്റ് ആണ്, എന്തെങ്കിലുമൊക്കെ ട്യൂഷനൊക്കെ എടുത്തു കൊടുക്കുന്ന ആളാണ്, അങ്ങനെയൊക്കെ ആണെങ്കിൽ നിങ്ങൾ നൽകുന്ന സർവീസിൻ്റെ കാര്യം ഇവിടെ മെൻഷൻ ചെയ്തിട്ട് ഇവിടെ ബാക്കി എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ട് ആ ഒരു പ്രൊഡക്റ്റിന് ആഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇത് ഒരു വേ ഓഫ് ആഡിങ് എ പ്രൊഡക്റ്റാണ്. ഇനി ബൾക്കായിട്ട് നമുക്ക് പ്രൊഡക്റ്റ് ആഡ് ചെയ്യാൻ സാധിക്കും. ഇതാണ്ട് ഇവിടെ ഈ ആഡ് ഐറ്റംസ്, നമ്മൾ ഈ ഐറ്റംസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ക്ലിക്ക് ചെയ്യണം കേട്ടോ. ഈ പ്ലസ് ബട്ടണിലല്ല, ഈ നടുക്ക് ഐറ്റംസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ആഡ് ഐറ്റം എന്ന് പറഞ്ഞൊരു ഇത് ബട്ടൺ വരുന്നുണ്ടല്ലേ. അതിൻ്റെ തൊട്ടപ്പുറം തന്നെ ഒരു ആരോ മാർക്കുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇമ്പോർട്ട് ഐറ്റംസ് എന്ന് പറഞ്ഞൊരു ഇതുണ്ട്. ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ
ഇൻഡസ്ട്രിയിൽ ഇപ്പോൾ നിലവിൽ അവൈലബിൾ ആയിട്ടുള്ള ഫേമസ് ആയിട്ടുള്ള പ്രൊഡക്റ്റൊക്കെ നമുക്ക് ഒറ്റ ക്ലിക്കിൽ ഇമ്പോർട്ട് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഫിൽട്ടർ ബൈ ഇൻഡസ്ട്രി എന്ന് പറയുന്ന ഇതിൽ പോവുക. FMCG ജനറൽ സ്റ്റോർസ് ആണെങ്കിൽ ഇതൊന്ന് ക്ലിക്ക് ചെയ്യുക. അതായത് നമ്മുടെ FMCG എന്ന് പറഞ്ഞാൽ ഫാസ്റ്റ് മൂവിങ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ഇല്ലേ, ബിസ്ക്കറ്റ്, പാല്, തൈര്, ഇതുപോലത്തെ ഒക്കെ ഐറ്റം. മൊത്തത്തിൽ പറയുന്നത് ഒരു പലചരക്കട. ഇപ്പോൾ പലചരക്കടയിൽ വളരെ ബ്രാൻഡഡ് ഐറ്റംസ് ഒക്കെ ഒറ്റ ക്ലിക്കിലൊക്കെ ആഡ് ചെയ്യണമെങ്കിൽ ഇതൊന്ന് സെലക്ട് ചെയ്യുക. ഇനി നിങ്ങൾ ഫാർമ ആണെങ്കിൽ ഫാർമ എന്ന് പറയുന്നത് സെലക്ട് ചെയ്യുക. അതേഴ്സ് ആണെങ്കിൽ അതേഴ്സ്. ഇപ്പം ഞാൻ FMCGയുടെ കാര്യം ഒന്ന് സെലക്ട് ചെയ്യുകയാണ്. ഇപ്പോൾ FMCG സെലക്ട് ചെയ്തിട്ട് അപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ FMCGയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന പ്രൊഡക്ട്സ് എല്ലാം ഇവിടെ വരും, കണ്ടില്ലേ. അപ്പോൾ ഏറ്റവും ആദ്യം ഈ ചോക്ലേറ്റ്സ് ആൻഡ് ടോഫീസ് ഞാൻ സെലക്ട് ചെയ്യുകയാണ്. അപ്പോൾ ഈ ചോക്ലേറ്റ് ആൻഡ് ടോഫി സെലക്ട് ചെയ്യുമ്പം ഇപ്പോൾ ഇന്ത്യയിൽ എല്ലായിടത്തും അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ചോക്ലേറ്റിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് വരും. അപ്പോൾ ഇതിൻ്റെ എല്ലാം നമുക്ക് വേണമെങ്കിൽ ക്ലിക്ക് ചെയ്യാം. ഇങ്ങനെ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ആഡ് ചെയ്യാം. നമുക്ക് എന്താണോ സെല്ല് ചെയ്യാൻ പോകുന്നത് അതെല്ലാം ക്ലിക്ക് ചെയ്തിട്ട് ആഡ് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ഐറ്റംസിൻ്റെ ലിസ്റ്റിൽ അതെല്ലാം ആഡാകും. ഇനി അതുമല്ല, നിങ്ങൾക്ക് ഓൾറെഡി എക്സലിൽ ഇതിൻ്റെ ഡാറ്റയൊക്കെ ഉണ്ടെങ്കിൽ അപ്ലോഡ് ഫ്രം എക്സൽ എന്ന് പറയുന്ന ഈ ഒരു ബട്ടൺ ഉണ്ടല്ലോ, ഈ ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എക്സലിൽ ഓൾറെഡി നമ്മുടെ കയ്യിലുള്ള ഐറ്റംസ് ഒക്കെ ആഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അപ്ലോഡ് എന്ന് പറയുന്ന ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് അപ്ലോഡ് ഫയൽ ഒരു ഇതിലേക്ക് ഒന്നുകിൽ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യാം, ഇല്ലെങ്കിൽ ഇങ്ങനെ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ എക്സൽ ഫയൽ സെലക്ട് ചെയ്തിട്ട് ഇതിലേക്ക് ആഡ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ 3 വഴിയിലൂടെ ആണ് നമ്മൾ ഐറ്റംസ് ആഡ് ചെയ്യാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ എക്സൽ വഴി ഐറ്റംസ് ആഡ് ചെയ്യുമ്പം അതിലൊരു ഫോർമാറ്റ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ഡൗൺലോഡ് സാമ്പിൾ എന്ന് പറയുന്നത് ഇവിടെ ഉണ്ട്, ഇവിടെ കാണിക്കുന്നുണ്ട്. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സാമ്പിൾ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ആ ഒരു ഫോർമാറ്റിലുണ്ടെങ്കിൽ ഈസി ആയിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഐറ്റംസ് ആഡ് ചെയ്യുന്നത്. ഇനി ഐറ്റംസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ സെയിൽ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, ഇപ്പോൾ ഈ സെയിൽ എന്ന് പറയുന്ന ഓപ്ഷനിൽ എല്ലാ ദിവസത്തെയും നമ്മുടെ ഇതുവരെയുള്ള സെയിൽസ് എല്ലാം നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത്, മാനേജ് ചെയ്യുന്നത് ഈ സെയിൽ എന്ന് പറയുന്ന ഓപ്ഷനിലാണ്. ഇപ്പോൾ സെയിലിന് നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ താഴെ തന്നെ സെയിൽ ഇൻവോയ്സ്, എസ്റ്റിമേറ്റ് ക്വട്ടേഷൻ, പേയ്മെൻറ്റ് ഇന്ന്, സെയിൽ ഓർഡർ, ഡെലിവറി ചെല്ലാൻ, സെയിൽ റിട്ടേൺ ഓർ ക്രെഡിറ്റ് നോട്ട് എന്ന് പറയുന്ന കുറേ ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ സെയിൽ ഇൻവോയ്സസ് എന്ന് പറഞ്ഞാൽ ഇതുവരെയുള്ള സെയിൽ ഇൻവോയ്സസ് ഒക്കെ ഇവിടെ ലിസ്റ്റ് ചെയ്യപ്പെടും. ഇപ്പോൾ നമ്മൾ ഒരു സാമ്പിൾ ഇൻവോയ്സ് ഒന്ന് ജനറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതാണ് ഇവിടെ കാണിക്കുന്നത്. ഇനിയിപ്പോൾ ആഡ് സെയിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കസ്റ്റമറിന് പുതിയൊരു ബില്ല് അടിച്ചു കൊടുക്കാൻ പറ്റും, ഒരു ഇൻവോയ്സ് ജനറേറ്റ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. ഞാൻ സാമ്പിൾ ഇൻവോയ്സ് ആയതുകൊണ്ടാണ് ഈ ഓപ്ഷൻസ് കാണിക്കാത്തത്. ഇനി അങ്ങോട്ട് റെഗുലറായിട്ട് എല്ലാ ട്രാൻസാക്ഷനിലും നമ്മൾ ഈ സെയിൽ ഇൻവോയ്സ് കൊടുക്കുമ്പം ഇങ്ങനെ ഒരു ഇൻ്റർഫേസാണ് വരിക. അപ്പോൾ ഈ സെയിൽ ഇൻവോയ്സിൽ ഈ മുകളിൽ 2 ഇതുണ്ട്, ക്രെഡിറ്റ്, ക്യാഷ്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ടോഗിൾ ചെയ്യാൻ സാധിക്കും. ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ കസ്റ്റമർ നമുക്ക് നമ്മുടെ നിന്ന് കടമായിട്ട് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് പോയി, കുറച്ച് പൈസയെ തന്നുള്ളൂ, ബാക്കി പൈസ തരാനുണ്ടെങ്കിൽ അങ്ങനത്തെ കേസിൽ നമുക്ക് കസ്റ്റമറുടെ ഫോൺ നമ്പർ, പേര്, എല്ലാ കാര്യങ്ങളും അനിവാര്യമാണ്. അപ്പോൾ കസ്റ്റമറിൻ്റെ പേരും ഫോൺ നമ്പറും ഒക്കെ ഇല്ലാതെ നമുക്ക് എസ്പെഷ്യലി കസ്റ്റമറുടെ പേരില്ലാതെ ഇവിടെ നമുക്ക് സേവ് കൊടുക്കാൻ പറ്റുകയില്ല. ഇനി ക്യാഷ് ആണെങ്കിൽ ഫുൾ ക്യാഷ് തന്നിട്ടാണ് കസ്റ്റമർ സാധനങ്ങൾ വാങ്ങുന്നതെങ്കിൽ കസ്റ്റമറുടെ പേര് ഇവിടെ ഇമ്പോർട്ടൻ്റ് അല്ല. കസ്റ്റമറിൻ്റെ പേരില്ലാതെ തന്നെ നമുക്ക് ഇൻവോയ്സ് ജനറേറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഞാനൊരു ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ നടത്തി കാണിക്കുകയാണ്. അപ്പോൾ ക്രെഡിറ്റ് എന്ന് പറയുന്ന ഈ ഭാഗത്തേക്ക് ടോഗിൾ ചെയ്യുക. ഇവിടെ പുതിയൊരു കസ്റ്റമറിനെ ആഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പുതിയൊരു കസ്റ്റമറിനെ ക്രിയേറ്റ് ചെയ്യുവാണ്. പുതിയറിൻ്റെ കസ്റ്റമറുടെ പേര് രഞ്ജിത എന്ന് പേര് കൊടുക്കുന്നു. ഇവിടെ വേണമെങ്കിൽ കസ്റ്റമറിൻ്റെ പേര് കൊടുക്കാം, ഫോൺ നമ്പർ കൊടുക്കാം, ഇവിടെ ബില്ലിംഗ് അഡ്രസ്സ് കൊടുക്കാം. അത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. അതിന് ശേഷം ഇവിടെ നമുക്ക് ഐറ്റംസ് ഇവിടെ ഡയറക്റ്റ് ആഡ് ചെയ്യാൻ സാധിക്കും. അവിടെ ഏറ്റവും ആദ്യം ഐറ്റംസ് ആഡ് ചെയ്തിട്ട് വരുന്നതാണ് ബുദ്ധി. ഇനിയിപ്പോൾ ആഡ് ചെയ്ത് ഞാൻ മറന്നുപോയെങ്കിൽ നമുക്ക് ഇവിടെയും ആഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ക്വാണ്ടിറ്റീസൊക്കെ നമുക്ക് പിന്നീട് അഡ്ജസ്റ്റ് ചെയ്യണം. കാരണം ഇനിഷ്യലി 0 ആണ്, നമ്മുടെ കയ്യിൽ ക്വാണ്ടിറ്റി ഒന്നും ഇല്ല അല്ലേ. അപ്പോൾ ഈ ക്വാണ്ടിറ്റി ഒന്നും ഇല്ലാത്തപ്പോഴാണ് നമ്മളൊരു ഐറ്റം സെല്ല് ചെയ്യുന്നതെങ്കിൽ അത് മൈനസിൽ പോകും. ഇത് കണ്ടല്ലോ, നമ്മുടെ സാമ്പിൾ ഐറ്റം തന്നെ നിങ്ങൾക്ക് കണ്ടാലറിയാം. ഇപ്പോൾ സ്റ്റോക്ക് -10 ആണ്. കാരണം ഇനിഷ്യലി നമ്മൾ ഐറ്റം ആഡ് ചെയ്യാതെ തന്നെ സാമ്പിൾ ഐറ്റം എന്നുള്ള പേരിൽ വെറുതെ ആഡ് ചെയ്തതല്ലേ. അതുപോലെ ഒരു പുതിയ ഐറ്റം ആഡ് ചെയ്യുമ്പം ഇതിൻ്റെ നമ്മൾ വിൽക്കുന്ന ക്വാണ്ടിറ്റിയൊക്കെ മൈനസിലേക്കാണ് പോകുന്നത്. ഓക്കെ, അപ്പം ഐറ്റം ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫോർ എക്സാമ്പിൾ ഞാനൊരു ഐറ്റം ഇവിടെ ആഡ് ചെയ്യുവാണ്. ഇപ്പോൾ ഞാൻ ഷുഗർ എന്ന് പറയുന്ന ഒരു ഐറ്റം ആഡ് ചെയ്യുന്നു. എന്നിട്ട് ക്വാണ്ടിറ്റി ഇവിടെ 1 കിലോ. ഇപ്പോൾ കസ്റ്റമർ നമ്മൾ 1 കിലോ. അപ്പോൾ ഇവിടെ ഞാൻ നൺ എന്നുള്ളത് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ നമുക്ക് സെർച്ച് കൊടുക്കാം, കിലോഗ്രാംസ്. ഈ കിലോഗ്രാംസ് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. പ്രൈസ് പെർ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 1 കിലോയ്ക്ക് എത്ര രൂപയാണ് വില.
അപ്പോൾ 1 കിലോയ്ക്ക് ഞാൻ 45 രൂപ എന്ന് കൊടുക്കുന്നു. ഇപ്പോൾ ഡിസ്കൗണ്ട് എന്തെങ്കിലും കൊടുക്കുന്നുണ്ടെങ്കിൽ നമുക്കിവിടെ എൻ്റർ ചെയ്യാം. ഈ സംഭവങ്ങളൊക്കെ നമ്മൾ ഐറ്റംസ് ഓൾറെഡി ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് വരും. ഈ ഒരു പേജിലാണ് നമ്മൾ ആഡ് ചെയ്യുന്നതെങ്കിൽ ഇതെല്ലാം നമ്മൾ കൊടുക്കണം. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത തവണ ഈ ഒരു ഐറ്റം നമ്മൾ ആഡ് ചെയ്യുമ്പോൾ ഈ ഡീറ്റെയിൽസൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് ഫില്ലാകും. ഇനി ടാക്സ് ഡീറ്റെയിൽസ് ഇവിടെ കൊടുക്കാം. ഇപ്പോൾ അമൗണ്ട് ഇവിടെ വരും. ഇപ്പോൾ അമൗണ്ട്, ഫൈനൽ അമൗണ്ട് ഇവിടെ വരും. ഓക്കെ, ഇനി അപ്പോൾ ഇത്ര ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അടുത്ത റോയിൽ ഇങ്ങനെയൊക്കെ ആഡ് ചെയ്യാൻ പറ്റും. ഓരോ ഐറ്റം ഇതുപോലൊക്കെ ആഡ് ചെയ്യാൻ പറ്റും. അതിനുശേഷം എത്ര റോ വേണമെങ്കിലും ആഡ് ചെയ്യാം. ഇനി ടോട്ടൽ ഇവിടെ വരും. ബില്ലിൻ്റെ ടോട്ടൽ എല്ലാത്തിനെയും കൂടി ടോട്ടൽ ഇവിടെ വരും. ഈ 45 രൂപയിൽ എനിക്ക് 40 രൂപ എൻ്റെ കയ്യിൽ ലഭിച്ചു എന്നാണെങ്കിൽ 40 ഞാൻ കൊടുക്കുന്നു. അപ്പോൾ ബാലൻസ് 5 രൂപയാണ്. ഇത് റൗണ്ട് ചെയ്യണോ? ഇപ്പോൾ ദശാംശത്തിലൊക്കെ വന്നു കഴിഞ്ഞാൽ, പോയിൻറ്റ്സിലൊക്കെ വന്നു കഴിഞ്ഞാൽ റൗണ്ട് ചെയ്യണോ എന്നുള്ള കാര്യം ഇവിടെ ചോദിക്കും. റൗണ്ട് ഓഫ് കൊടുത്തു കഴിഞ്ഞാൽ ഇത് റൗണ്ട് ഓഫ് ആകും. ഓക്കെ, ഇനി അദ്ദേഹം പേയ്മെൻറ്റ് ടൈപ്പ് ക്യാഷ് ആണോ ചെക്കാണോ, ഇനി ഗൂഗിൾ പേ വഴിയാണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഈ ആഡ് ഗൂഗിൾ പേ വഴിയാണ് ചെയ്തത്, UPI വഴിയാണ് കസ്റ്റമർ ട്രാൻസാക്ട് ചെയ്തതെന്നറിയാം എന്ന കാര്യം രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് ഈ ആഡ് ബാങ്ക് അക്കൗണ്ട് എന്ന് പറയുന്ന ഈ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് അക്കൗണ്ട് ഡിസ്പ്ലേ നെയിം നമുക്ക് ചെയ്യാം UPI എന്ന് ആഡ് ചെയ്യാം. UPI എന്ന് ആഡ് ചെയ്തിട്ട് ഓപ്പണിംഗ് ബാലൻസ് ഒക്കെ നമ്മളൊന്ന് സെറ്റ് ചെയ്യണമെന്നില്ല. ഇപ്പോൾ ഇൻവോയ്സിൽ ഈ QR കോഡ് പ്രിൻറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ബാങ്ക് ഡീറ്റെയിൽസ് ഫുൾ ആഡ് ചെയ്യേണ്ടതുണ്ട്. ജസ്റ്റ് നമ്മൾ ട്രാക്കിങ്ങിന് മാത്രമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇതൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. UPI ബാങ്ക് ഇത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലതാണ്. കാരണം ഈ QR കോഡൊക്കെ നമുക്ക് ഇൻവോയ്സിൽ പ്രിൻറ്റ് ചെയ്തിട്ട് അതുവഴി നമുക്ക് പേയ്മെൻറ്റ് അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഞാൻ UPI കൊടുത്തിട്ട് സേവ് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് UPI എന്ന് പറഞ്ഞൊരു ഓപ്ഷനും കൂടി വരും. അപ്പോൾ UPI എന്ന് പറയുന്ന ഓപ്ഷൻ വരും. അതിലെനിക്ക് 40 രൂപ കിട്ടിയെന്നുള്ള കാര്യം ഇവിടെ നമുക്ക് നോട്ട് ചെയ്യാൻ സാധിക്കും. റെഫറൻസ് നമ്പർ ഇവിടെ കൊടുക്കാൻ സാധിക്കും. അതങ്ങനെ എത്ര പേയ്മെൻറ്റ് മെത്തേഡ് വേണം നമുക്ക് ആഡ് ചെയ്യാം. പിന്നെ ഈ ഒരു ട്രാൻസാക്ഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം, ഇമേജ് കൊടുക്കാം, ഡോക്യുമെൻ്റ് ആഡ് ചെയ്യാം. അങ്ങനെ എല്ലാം കൊടുത്തിട്ട് നമ്മൾ സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ട്രാൻസാക്ഷൻ സേവ് ആകും. ഇനി സേവ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമുക്ക് പ്രിൻറ്റ് ചെയ്യാം, ഷെയർ ചെയ്യാം, ഇ-വേ ബില്ല് ജനറേറ്റ് ചെയ്യാം, സേവ് ആൻഡ് ന്യൂ കൊടുക്കാം. അങ്ങനെ കുറേ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ഈ ഷെയർ എന്ന് പറയുന്ന ഈ ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പം നമ്മൾ തന്നെ ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസിൽ എത്തിച്ചേരും. അപ്പോൾ ഈ ഒരു ഇൻ്റർഫേസിൽ നമുക്ക് കുറേ ഓപ്ഷൻ ഉണ്ട്. കുറേ തീംസൊക്കെ ഉണ്ട്. അതായത് പ്രിൻ്റ് ഒക്കെ ചെയ്ത് കൊടുക്കുവാണെങ്കിൽ നമുക്ക് കുറേ ഇതുണ്ട്. കുറേ തീംസ് ഉണ്ട്. ഏത് തീമിൽ വേണമെങ്കിലും നമുക്ക് പ്രിൻ്റ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. ഇങ്ങനെ ഏത് തീം വേണമെങ്കിലും നമുക്ക് ചൂസ് ചെയ്യാം. ഇപ്പോൾ പ്രിൻ്ററിൻ്റെയൊക്കെ സെറ്റിംഗ് നമുക്ക് വേറെ ഉണ്ട്. ഇപ്പോൾ ഈ ഒരു ടൈമിൽ, അതായത് സെയിൽസ് ഇൻവോയ്സ് ജനറേറ്റ് ചെയ്തതിന് ശേഷം ഉടനെ തന്നെ മാറ്റണമെങ്കിൽ ഇങ്ങനെ നമുക്ക് മാറ്റാനുള്ള ഓപ്ഷൻ ഉണ്ട്. എന്നിട്ട് നമുക്ക് പ്രിൻ്റ് എന്ന് പറയുന്ന ഇത് ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ തെർമൽ പ്രിൻ്ററിൽ പ്രിൻ്റ് ചെയ്യും. ഇവിടെ തെർമൽ പ്രിൻ്ററിൽ, ഇത് നോർമൽ പ്രിൻ്ററിൽ എങ്ങനെ വേണമെങ്കിലും പ്രിൻ്റ് ചെയ്യാം. PDF ഡൗൺലോഡ് ചെയ്യാം. ജിമെയിലിൽ ആൾക്ക് ഇമെയിലിൽ നമുക്ക് അയച്ചു കൊടുക്കാം, മെസ്സേജായിട്ട് അയച്ചു കൊടുക്കാം. വാട്സാപ്പിൽ ഈ ഒരു ബില്ല് സെൻഡ് ചെയ്യാൻ പറ്റും, ഇൻവോയ്സ് സെൻഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതെല്ലാം ചെയ്തതിന് ശേഷം നമുക്ക് സേവ് ആൻഡ് ക്ലോസ് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ഇൻവോയ്സ് സേവ് ആവും. അങ്ങനെ സേവ് ആയിക്കഴിഞ്ഞാൽ ഇപ്പോൾ എന്ത് പറ്റുമെന്നറിയോ? ഈ ഒരു ഇൻവോയ്സ്, ഈ ഒരു ട്രാൻസാക്ഷൻ ഇവിടെ വന്ന് കിടക്കും. അപ്പോൾ ഈ ഒരു ട്രാൻസാക്ഷൻ്റെ ഒപ്പം തന്നെ അമൗണ്ടിൽ 45 ബാലൻസ് ഡ്യൂ 5 എന്നുള്ള കാര്യം അവിടെ വന്ന് കിടക്കുന്നത് കാണാൻ സാധിക്കും. ഇവിടെ നമ്മൾ പാർട്ടീസ് എന്ന് പറയുന്ന ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ ഈ പാർട്ടി ഓട്ടോമാറ്റിക്കായിട്ട് ആഡാകും. ഇപ്പോൾ രഞ്ജിത എന്ന് പറയുന്ന പാർട്ടി ആഡായിട്ടുണ്ട്. ഈ പാർട്ടി നമുക്ക് 5 രൂപ തരാനുണ്ട്. സത്യ എന്ന് പറയുന്ന പാർട്ടി 1000 രൂപ നമുക്ക് തരാനുണ്ട്. ഇതൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് അപ്ഡേറ്റ് ആയി. അപ്പോൾ ഈ പാർട്ടിക്ക് നമ്മൾ മെസ്സേജ് അയക്കാൻ വേണമെങ്കിൽ ഉണ്ടല്ലേ, റിസീവ് പേയ്മെൻറ്റ്, ഇപ്പോൾ 5 രൂപ നമുക്ക് പേയ്മെൻറ്റ് കിട്ടണമെങ്കിൽ ഇവിടെ പോയിട്ട് ക്ലിക്ക് ചെയ്യുക. ഈ രഞ്ജിത എന്ന് പറഞ്ഞ പേരിൽ പോയിട്ട് ഈ 3 ബട്ടണിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം റിസീവ് പേയ്മെൻറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലത്തെ ഒരിത് വരും. അപ്പോൾ ഇത് നമുക്ക് പേയ്മെൻറ്റ് അദ്ദേഹം തരുന്നുണ്ടെങ്കിൽ ഇതേപോലെ അടിച്ചു കൊടുത്തിട്ട് എത്ര രൂപ കിട്ടി എന്നുള്ള കാര്യം നമുക്കിവിടെ മെൻഷൻ ചെയ്തിട്ട് സേവ് കൊടുക്കാം. അത് നമുക്ക് ബില്ലടിച്ച് കൊടുക്കാം. എല്ലാ കാര്യങ്ങളും ചെയ്യാൻ സാധിക്കും. ഇങ്ങനെയാണ് നമ്മൾ സെയിൽസ് ഇൻവോയ്സ് ഒക്കെ ജനറേറ്റ് ചെയ്ത് ആൾക്കാരുമായിട്ടൊക്കെ ഷെയർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത് സെയിൽസ് ഇൻവോയ്സ് ആണ്. ഇനി എസ്റ്റിമേറ്റ് ആൻഡ് ക്വട്ടേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ ഒരാൾ നമ്മുടെ കയ്യിലുള്ള സാധനങ്ങളുടെ ഒരു എസ്റ്റിമേറ്റ്, ക്വട്ടേഷൻ മാത്രം മതി എന്നാണ് ചോദിക്കുന്നതെങ്കിൽ അത് നമുക്കിവിടെ മെൻഷൻ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ സ്റ്റോക്കിൻ്റെ ക്വാണ്ടിറ്റിയിൽ നിന്നും ഇവിടെ നമ്മൾ ബില്ലടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഈ സ്റ്റോക്കിൻ്റെ ക്വാണ്ടിറ്റിയിൽ നിന്നും അത് മൈനസ് ആവുകയില്ല. ഇപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഞാൻ ഒരു ഷുഗർ എന്ന് പറയുന്ന ഒരു ഐറ്റം ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ഐറ്റംസ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ഇവിടെ ഷുഗർ -1 ആണ്. അതെന്താ സംഭവം? നമ്മുടെ കയ്യിൽ ഇനിഷ്യലി ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഇത് വേണം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം.
അഡ്ജസ്റ്റ് ഐറ്റം കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ടോട്ടൽ ക്വാണ്ടിറ്റി എത്രയാണ്, കിലോഗ്രാം, അറ്റ് പ്രൈസ്, ഡീറ്റെയിൽസ് ഇതൊക്കെ കൊടുത്തിട്ട് ആഡ് സ്റ്റോക്ക് ആൻഡ് റെഡ്യൂസ് സ്റ്റോക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ ആഡ് സ്റ്റോക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു 5 കിലോ കൊടുക്കാം. അറ്റ് പ്രൈസിൽ എത്രയാണ്, 42. ഇപ്പോൾ ഡീറ്റെയിൽസ് ഇവിടെ കൊടുക്കാം. സേവ് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് പറ്റും, ക്വാണ്ടിറ്റി ആഡായി. ഓക്കെ, അപ്പോൾ അതാണ് ക്വാണ്ടിറ്റിയുടെ ഇത്. അപ്പോൾ എസ്റ്റിമേറ്റ് ആൻഡ് കൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ ഈ ക്വാണ്ടിറ്റി റെഡ്യൂസ് ആകാതെ തന്നെ ജസ്റ്റ് ഒരു എസ്റ്റിമേറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഓപ്ഷനാണ്. പിന്നെ പേയ്മെൻറ്റ് ഇന്നെന്ന് പറയുന്ന ഒരു ഇത്, ഒരാൾ നമുക്ക് പൈസ ഇങ്ങോട്ട് തരുവാണ്, അത് നമ്മൾ ട്രാക്ക് ചെയ്യണമെങ്കിൽ ആഡ് പേയ്മെൻറ്റിന് കൊടുത്തിട്ട് നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും. ഏത് പാർട്ടിയാണ്, എങ്ങനെ, ഏത് പേയ്മെൻറ്റ് മെത്തേഡിലാണ് നമുക്ക് പേയ്മെൻറ്റ് ചെയ്ത് എന്നുള്ള കാര്യമൊക്കെ നമുക്ക് ട്രാക്ക് ചെയ്യാൻ സാധിക്കും. പിന്നെ സെയിൽ ഓർഡർ. അപ്പോൾ സെയിൽ ഓർഡർ എന്ന് പറഞ്ഞാൽ ഓൺലൈനിലൊക്കെ ഓർഡർ ഉണ്ടാവുമല്ലോ, ഓർഡർ അത് എക്സിക്യൂട്ട് ആവുകയില്ല. അത് സെയിൽ ഓർഡർ ഇൻവോയ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്തതിന് ശേഷം മാത്രമേ അത് ഇൻവോയ്സ് ആയിട്ട് കൺവേർട്ട് ആവുള്ളൂ. ഓക്കെ, അതിന് ശേഷം ഡെലിവറി ചെല്ലാൻ്റെ ഓപ്ഷൻ ഇവിടെ ഉണ്ട്. ഇനിയിപ്പോൾ റിട്ടേൺ ഒക്കെ എന്തെങ്കിലുമൊക്കെ ആയിക്കഴിഞ്ഞാൽ അത് മാനേജ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇവിടെ ഉണ്ട്. ഇനി പർച്ചേസിലേക്ക് പോയി കഴിഞ്ഞാൽ പർച്ചേസ് ബിൽസ് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. നമ്മൾ ഒരു ഹോൾസെയിൽ കടയിൽ പോയിട്ട് കുറേ സാധനങ്ങളൊക്കെ വാങ്ങി അവിടെ നിന്ന് അവർ നമുക്കൊരു ബില്ല് തരുന്നുണ്ടെങ്കിൽ ആ ഒരു ഐറ്റംസ് ഒക്കെ ആഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ ഒരു ഓപ്ഷൻ ഉപയോഗിക്കാം, പർച്ചേസ് ബിൽസ്. അപ്പോൾ ആഡ് യുവർ ഫസ്റ്റ് പർച്ചേസ് ഇൻവോയ്സ് എന്ന് പറഞ്ഞാൽ ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പാർട്ടിയുടെ നെയിം, നമ്മൾ ഏത് ഹോൾസെയിൽ ഡീലറിൽ നിന്നാണോ സാധനം വാങ്ങിയത് അയാളുടെ പേര്, ആ പാർട്ടിയുടെ പേരും കാര്യങ്ങളെല്ലാം അടിച്ചു കൊടുക്കുക, ഫോൺ നമ്പർ ഇവിടെ കൊടുക്കുക, എന്തൊക്കെ ഐറ്റംസ് ആണ്, നിങ്ങൾ എന്ത് പ്രൈസിലാണ് വാങ്ങിയത്, അതിലെന്തെങ്കിലും ഡിസ്കൗണ്ട് കിട്ടിയോ എന്നുള്ള കാര്യമെല്ലാം നമുക്കിവിടെ ആഡ് ചെയ്യാൻ സാധിക്കും. ഇവിടെ നമുക്ക് ക്യാഷ് പേയ്മെൻറ്റ് നടത്താൻ പറ്റുകയില്ല. എപ്പോഴും പാർട്ടിയുടെ നെയിം ആഡ് ചെയ്ത് മാത്രമേ ട്രാൻസാക്ഷൻ നടത്താൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, അതിനുശേഷം പേയ്മെൻറ്റ് ഔട്ട്. ഇപ്പം പുറത്തേക്ക് പേയ്മെൻറ്റ് പോയിട്ടുണ്ടെങ്കിൽ ഹോൾസെയിൽ ഡീലറിനൊക്കെ നമ്മളപ്പം കുറച്ചൊക്കെ ആയിട്ടൊക്കെ പേയ്മെൻറ്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ ആ കാര്യങ്ങളൊക്കെ നമുക്കിവിടെ മെൻഷൻ ചെയ്യാം. ഇനിയിപ്പോൾ പർച്ചേസ് ഓർഡറിൻ്റെ കാര്യം ഇവിടെ റെഡിയാക്കാം. പർച്ചേസിങ് ചെയ്തിട്ട് നമ്മൾ റിട്ടേൺ ചെയ്ത ഐറ്റംസിൻ്റെ കാര്യമുണ്ടെങ്കിൽ അതിവിടെ ചെയ്യാം. ഇനി ക്വിക്ക് ബില്ലിംഗ് എന്ന് പറയുന്നൊരു ഓപ്ഷനാണ് ഇവിടെ ക്വിക്കായിട്ട് ബില്ല് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ്. പെട്ടെന്ന് നമുക്ക് ക്വിക്ക് ബില്ലിംഗ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണിത്. പിന്നെ ഇവിടെ എക്സ്പെൻസസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനാണ്. ഇപ്പോൾ എക്സ്പെൻസസ് എന്ന് പറയുമ്പം നമ്മുടെ കടയിലുള്ള ഐറ്റംസ് കൂടാതെ നമുക്ക് കുറേ എക്സ്പെൻസസ് വരും. ഇപ്പോൾ മാസം കറണ്ട് ബിൽ അടയ്ക്കേണ്ടി വരും, വാടക കൊടുക്കേണ്ടി വരും, ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ്, അതൊക്കെ നമുക്ക് ആഡ് ചെയ്യാം. അപ്പോൾ അത് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആഡ് എക്സ്പെൻസസ് എന്ന് പറയുന്ന ഈ ബട്ടണിൽ നിന്ന് ക്ലിക്ക് ചെയ്യുക. എക്സ്പെൻസ് കാറ്റഗറി ഇതേപോലെ പെട്രോൾ ആണോ, റെൻ്റ് ആണോ, സാലറി ആണോ, ട്രാൻസ്പോർട്ടാണോ. ഇപ്പോൾ ഞാൻ റെൻറ്റ് എന്ന് പറയുന്ന കാറ്റഗറി അങ്ങ് സെലക്ട് ചെയ്യുന്നു. ഇവിടെ എക്സ്പെൻസ് നമ്പർ കൊടുക്കാം. ഐറ്റം നമ്മളിവിടെ റെൻ്റെന്ന് തന്നെ കൊടുക്കാൻ പറ്റും. ഇപ്പോൾ റെൻ്റെന്ന് തന്നെ കൊടുക്കുക. അപ്പോൾ ഈ കാണുന്ന ഐറ്റംസൊക്കെ നമ്മുടെ ഈ സാധനങ്ങളുടെ ലിസ്റ്റിൽ ആ ഐറ്റംസിൽ പോയി കലരുകയില്ല. ഓക്കെ, ഇത് വേറെ ആയിട്ട് കിടക്കും, ഇത് തനിയായിട്ട് കിടക്കും. ഇപ്പോൾ ക്വാണ്ടിറ്റി 1 തന്നെ കൊടുക്കുക. പ്രൈസ് പെർ യൂണിറ്റ് ഇപ്പം 10,000 രൂപ വാടകയാണെങ്കിൽ അടിച്ചു കൊടുക്കുക. ഇപ്പോൾ പേയ്മെൻറ്റ് ടൈപ്പ് ക്യാഷാണ്, ഏത് വഴിയാണ് നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്തത്, എത്ര രൂപ കൊടുത്തു, ഈ കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ എക്സ്പെൻസസിൽ വന്ന് കിടക്കും. അപ്പോൾ പ്രോഫിറ്റ് കാൽക്കുലേഷനിൽ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ സാലറി എല്ലാ കാര്യങ്ങളും നമുക്കിവിടെ ട്രാക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ശരിക്കും നമ്മുടെ പ്രോഫിറ്റ് എത്രയാണ്, ഈ സാലറി, പെട്രോള്, റെൻറ്റ്, ഈ ട്രാൻസ്പോർട്ട് ഇതെല്ലാം കഴിച്ചിട്ട് എത്ര രൂപ നമുക്ക് എക്സാക്ട്ലി പ്രോഫിറ്റ് വരുന്നുണ്ട് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ എക്സ്പെൻസസ് കൃത്യമായിട്ട് ആഡ് ചെയ്ത് പോവുക. ഇനി ക്യാഷ് ആൻഡ് ബാങ്കിൻ്റെ ഡീറ്റെയിൽസൊക്കെ നമുക്ക് ആഡ് ചെയ്യാം. എത്ര രൂപ കയ്യിൽ പൈസയുണ്ട്, ബാങ്ക് അക്കൗണ്ട്സ് ഒക്കെ ഏതൊക്കെയാണ്, ബാങ്ക് അക്കൗണ്ട്സിൽ എത്ര രൂപ പൈസയുണ്ട്, ചെക്സ് വഴിയുള്ള ട്രാൻസാക്ഷൻ, ലോൺ അക്കൗണ്ട്സ് ഏതൊക്കെയാണ്, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ സാധിക്കും. ഇനി ഓൺലൈൻ സ്റ്റോർ ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കൂടിയുണ്ട്. അതാണ് ഈ ലെഫ്റ്റ് സൈഡിൽ മൈ ഓൺലൈൻ സ്റ്റോർ എന്നുള്ള ഓപ്ഷൻ. ഈ മൈ ഓൺലൈൻ സ്റ്റോറിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഓൺലൈൻ സ്റ്റോർ ക്രിയേറ്റ് ചെയ്യാം. ഈ ഓൺലൈൻ സ്റ്റോർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ ആപ്പിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഐറ്റംസ് എല്ലാം വെച്ചിട്ട് നമുക്കൊരു ഓൺലൈൻ സ്റ്റോർ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ക്രിയേറ്റ് ഓൺലൈൻ സ്റ്റോർ എന്ന ബട്ടണിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഉടനെ തന്നെ ഒരു ഓൺലൈൻ സ്റ്റോർ ക്രിയേറ്റ് ആകും. അപ്പോൾ ഇവിടെ ഈ ഒരു ലിങ്ക് വെച്ചിട്ട് നമുക്ക് ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കാൻ പറ്റും. ആ വെബ്സൈറ്റ് നമുക്ക് ലിങ്ക് ഷെയർ ചെയ്യുന്നത് വഴി നല്ല പ്രോപ്പറായിട്ടുള്ളൊരു വെബ്സൈറ്റ് ഉണ്ടാക്കി നമുക്ക് ഓൺലൈൻ വഴി സാധനങ്ങൾ വിൽക്കാനും സാധിക്കും. ഇനി ഇതിനെക്കുറിച്ചുള്ള നല്ല ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഞാൻ ഇനി തുടർന്ന് ചെയ്യുന്നതാണ്. ഇപ്പോൾ ഇന്നത്തേത് ഞാൻ ജസ്റ്റ് ഒരു ഓവർവ്യൂ ആണ് തരുന്നത്. അപ്പോൾ ഓൺലൈൻ സ്റ്റോറിൽ ഐറ്റംസ് മാനേജ് ചെയ്യാം, ഓർഡേഴ്സ് മാനേജ് ചെയ്യാം, അങ്ങനെ എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ സാധിക്കും. സ്റ്റോർ റിപ്പോർട്ട് നമുക്ക് കിട്ടും.
ഇങ്ങനെ എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ സാധിക്കും. ഇനി ഇവിടെ ലെഫ്റ്റ് സൈഡിൽ റിപ്പോർട്ട്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഈ റിപ്പോർട്ട്സ് എന്ന് പറയുന്ന ഓപ്ഷനിൽ നമുക്ക് കുറേയധികം കാര്യങ്ങളുണ്ട്. ഈ സെയിൽ എത്ര റിപ്പോർട്ടാണ്, ടോട്ടലി നിങ്ങളുടെ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ റിപ്പോർട്ട്സും നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അത് നമുക്ക് ഗ്രാഫിക്കലി കാണാം, ഇങ്ങനെ നോർമലായിട്ട് കാണാം, എക്സൽ റിപ്പോർട്ടിലേക്ക് എടുത്തുകൊണ്ട് പോകാം, പ്രിൻ്റ് ചെയ്യാം. നമുക്ക് ഏത് ദിവസങ്ങൾ ഏത് കാലഘട്ടത്തിൻ്റെ ഇടയ്ക്കുള്ള റിപ്പോർട്ടാണ് വേണ്ടതെന്നുള്ള കാര്യം നമുക്ക് ചൂസ് ചെയ്യാം. എല്ലാ തരത്തിലുള്ള റിപ്പോർട്ട് നമുക്കിവിടെ കിട്ടും. സെയിൽ റിപ്പോർട്ട്, പർച്ചേസ് റിപ്പോർട്ട്, ഡേ ബുക്ക് എന്ന് പറഞ്ഞാൽ ഓരോ ദിവസം എത്രത്തോളം സെയിലായി എന്നുള്ളത്, ഓൾ ട്രാൻസാക്ഷൻസ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് തന്നെ നല്ല ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പ്രോഫിറ്റ് ലോസ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് കാണാൻ സാധിക്കും. ബിൽ വൈസ് പ്രോഫിറ്റ്, ക്യാഷ് ഫ്ലോ, ബാലൻസ് ഷീറ്റ്, പാർട്ടി സ്റ്റേറ്റ്മെൻറ്റ്, പാർട്ടി വൈസ് പ്രോഫിറ്റ് ആൻഡ് ലോസ്, അങ്ങനെ ഓൾ പാർട്ടീസ്, ഇങ്ങനെ GST, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും എന്താണ് ഇല്ലാത്തതെന്ന് വേണം ചോദിക്കാൻ. അങ്ങനെ എല്ലാ കാര്യങ്ങളും നമുക്കിവിടെ കാണാൻ സാധിക്കും. അതെല്ലാ റിപ്പോർട്ടും നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്ന ഒരു ആപ്പാണിത്. ഇനി അപ്ലൈ ഫോർ ലോൺ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഇത് ബിസിനസ് ലോണൊക്കെ ഇവർ വഴി നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. നല്ല ക്രെഡിറ്റ് സ്കോറും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ 10 ലക്ഷം രൂപ വരെയൊക്കെ ലോൺ കിട്ടുമെന്നാണ് പറയുന്നത്. ഇനി അതർ പ്രൊഡക്ട്സും ആഡ് ചെയ്യാൻ സാധിക്കും നമുക്ക്. ഇപ്പോൾ GST രജിസ്ട്രേഷൻ ഇത് ആഡ് ചെയ്യുന്നതല്ല, ഇത് വ്യാപാര ആപ്പ് തരുന്ന കുറച്ച് സംഭവങ്ങളാണ്. ഇപ്പോൾ GST രജിസ്ട്രേഷൻ ആണെങ്കിൽ GST രജിസ്ട്രേഷൻ വെറും 299 രൂപയ്ക്ക് ചെയ്തു തരുന്നുണ്ട്. GST റിട്ടേൺസ് ഫയലിംഗ് ബൈ എക്സ്പെർട്സ് ചെയ്തു തരുന്നുണ്ട്. ഇപ്പോൾ ടെലികോളിംഗ് CRM ആണെങ്കിൽ അത് ചെയ്തു തരുന്നുണ്ട്. ഈ ലോഗൺ അഗെയിൻസ്റ്റ് പ്രോപ്പർട്ടി ആ ഒരു സർവീസും വ്യാപാര ആപ്പ് ചെയ്തു തരുന്നുണ്ട്. ഇനി വാട്സാപ്പ് മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ വാട്സാപ്പ് മാർക്കറ്റിംഗ് ഇവിടെ തന്നെ ഈ ഒരു ആപ്പിൽ നിന്ന് തന്നെ നമുക്ക് ചെയ്യാൻ സാധിക്കും. പിന്നെ സിങ്ക് ആൻഡ് ഷെയർ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. മൾട്ടിപ്പിൾ ഡിവൈസുമായിട്ടും മൊബൈൽ ഫോണും ഡെസ്ക്ടോപ്പും തമ്മിൽ സിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ഓപ്ഷൻ ഉപയോഗിക്കാൻ സാധിക്കും. ഇനി ബാക്കപ്പ് ആൻഡ് റീസ്റ്റോറൊക്കെ എല്ലാവരും നിർബന്ധമായിട്ട് ചെയ്തിരിക്കേണ്ടതെന്ന ഒരു കാര്യമാണ്. എല്ലാ ദിവസത്തെയും ഡാറ്റ ഓട്ടോമാറ്റിക്കായിട്ട് ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് ഗൂഗിൾ ഡ്രൈവിലേക്കോ കമ്പ്യൂട്ടറിലേക്കോ ഒക്കെ നമുക്ക് ബാക്കപ്പ് ചെയ്ത് വെക്കാനുള്ള ഫെസിലിറ്റി ഉണ്ട്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ കാരണവശാൽ നമ്മുടെ കമ്പ്യൂട്ടറിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ബാക്കപ്പിൽ നിന്നും ഡാറ്റ റിക്കവർ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഓട്ടോ ബാക്കപ്പൊക്കെ എനേബിൾ ചെയ്ത് വെക്കുക. ഇതിന് ശേഷം റീസ്റ്റോർ ബാക്കപ്പ് ബട്ടൺ വെച്ചിട്ട് നമുക്ക് ബാക്കപ്പ് റീസ്റ്റോർ ചെയ്യാം. ഇനി യൂട്ടിലിറ്റീസ് എന്ന് പറയുന്നൊരു ഓപ്ഷനിൽ നമുക്ക് ബാർകോഡ് ജനറേറ്റ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. ഐറ്റംസ് ബൾക്കായിട്ട് ഇമ്പോർട്ട് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. ബൾക്കായിട്ട് ഐറ്റംസ് അപ്ഡേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ, ടാലിയിൽ നിന്നും ഇമ്പോർട്ട് ചെയ്യാം. ടാലി സോഫ്റ്റ്വെയർ ഒക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ടാലിയിൽ നിന്നും ഇമ്പോർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ, പാർട്ടീസിനൊക്കെ ബൾക്കായിട്ട് ഇമ്പോർട്ട് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. ടാലിയിലേക്ക് എക്സ്പോർട്ട് ചെയ്യാനും ഐറ്റംസ് എക്സ്പോർട്ട് ചെയ്യാനും അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇവിടെ ഉണ്ട്. ഇപ്പോൾ ഫിനാൻഷ്യൽ ഇയർ ക്ലോസ് ചെയ്യണമെങ്കിൽ ഈ ഒരു ഓപ്ഷനുണ്ട്. അതെങ്ങനെ ചെയ്യണമെന്നുള്ള വ്യാപാര ആപ്പിൻ്റെ തന്നെ ഒരു ഹിന്ദി ട്യൂട്ടോറിയലിൻ്റെ ലിങ്ക് ഇവിടെ കാണിക്കുന്നുണ്ട്. ഇനി സെറ്റിങ്സ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഈ സെറ്റിങ്സ് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ജനറൽ, ട്രാൻസാക്ഷൻ, പ്രിൻ്റ്, ടാക്സസ് ആൻഡ് GST, യൂസർ മാനേജ്മെൻറ്റ്, ട്രാൻസാക്ഷൻ മെസ്സേജ്, പാർട്ടി, ഐറ്റം തുടങ്ങി കുറേയധികം ഓപ്ഷൻസ് നമുക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെ ഓരോ ഓപ്ഷനിലും കുറേയധികം സബ് ഓപ്ഷൻസ് ഉണ്ട്. ഇതെല്ലാം നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഒരു ആൾക്ക് പ്രിൻ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ പ്രിൻ്റ് ചെയ്ത് കൊടുക്കണം, എന്തൊക്കെ കാര്യങ്ങൾ ഹൈഡ് ചെയ്യണം ഒക്കെ നമുക്കിവിടെ സെറ്റ് ചെയ്യാം. ട്രാൻസാക്ഷനിൽ പോയി കഴിഞ്ഞാൽ എന്തൊക്കെ ട്രാൻസാക്ഷൻ്റെ ഹെഡർ എന്താവണം, ഐറ്റംസിൻ്റെ ടേബിളിൽ എന്തൊക്കെ കാര്യങ്ങൾ വേണം, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും നമുക്കിവിടെ സെറ്റ് ചെയ്യാം. പ്രിൻ്റ് എന്ന് പറയുന്ന ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ റെഗുലർ പ്രിൻ്ററിലും തെർമൽ പ്രിൻ്ററിലും ഏതൊക്കെ തീംസ് ഉപയോഗിച്ച് നമുക്ക് സെറ്റ് ചെയ്യാം, പ്രിൻ്റ് ചെയ്യാം, ആ പ്രിൻ്ററിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ടാവണം, അങ്ങനെ എല്ലാ കാര്യങ്ങളും നമുക്കിവിടെ സെറ്റ് ചെയ്യാൻ പറ്റും. റെഗുലർ പ്രിൻ്ററിൽ നമുക്ക് 12 ലേഔട്ടാണ്, 12 തീംസാണുള്ളത്. കളേഴ്സൊക്കെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. തെർമൽ പ്രിൻ്ററിലായിക്കോട്ടെ ഒരു 5 ഡിഫോൾട്ട് ആയിട്ടുള്ള തീംസ് ഉണ്ട്. അതിലും കുറേയധികം കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കും. വ്യാപാര ആപ്പ് തെർമൽ പ്രിൻ്റർ ആണെങ്കിൽ 58 mm-ൻ്റെ 68 mm-ൻ്റെ 88 mm-ൻ്റെ ഒക്കെ പ്രിൻ്റേഴ്സ് സപ്പോർട്ട് ചെയ്യും. നിങ്ങൾക്ക് ഈ പ്രിൻ്റർ ഏത് പ്രിൻ്റർ വാങ്ങണമെന്നുള്ള കാര്യത്തിൽ എന്തെങ്കിലും ആശയക്കുഴപ്പമുണ്ടെങ്കിൽ ഈ ഒരു ബട്ടണിൽ, ഈ കാർട്ട് ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് തന്നെ ഡയറക്റ്റ് തന്നെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. തെർമൽ പ്രിൻ്റർ അവർ കാണിക്കുന്ന പ്രിൻ്ററുണ്ട്. ഇവിടെ തന്നെ നമുക്ക് ബൈ നൗ ഓർഡർ ചെയ്തിട്ട് പ്ലേസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ, ഇത് വ്യാപാര ആപ്പായിട്ടൊക്കെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന പ്രിൻ്റേഴ്സിൻ്റെ ലിസ്റ്റാണ് ഇവർ കാണിക്കുന്നത്. പിന്നെ ടാക്സസ് ആൻഡ് GST, ഇപ്പോൾ ടാക്സസ് എനേബിൾ ചെയ്യാനും ഡിസേബിൾ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. യൂസർ മാനേജ്മെൻ്റ് ഒക്കെ ഇവിടെ ചെയ്യാൻ സാധിക്കും. പിന്നെ ട്രാൻസാക്ഷൻ മെസ്സേജസ് ഒക്കെ ഇവിടെ ചെയ്യാൻ സാധിക്കും.
പിന്നെ പാർട്ടി ഐറ്റംസ്, ഇതൊക്കെ മാനേജ് ചെയ്യാനുള്ള ഓപ്ഷൻസ് സെറ്റിങ്സിൽ അവൈലബിൾ ആണ്. ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഡെമോ, പുതുതായിട്ട് ലൈസൻസ് പർച്ചേസ് ചെയ്തവരാണ്, ഈ ഡെമോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ റിക്വസ്റ്റ് എ ഡെമോ എന്ന് പറഞ്ഞ ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ഫോൺ നമ്പർ കൊടുത്തിട്ട് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡെമോ അവർ ഏർപ്പാടാക്കി തരും. കൂടുതൽ കാര്യങ്ങൾ ഇനി നന്നായിട്ട് എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് അവരോട് ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഇതാണ് വ്യാപാറിൻ്റെ ഒരു ഓവർവ്യൂ തന്നിരിക്കുന്നത് ഞാൻ. അപ്പോൾ ഈ വ്യാപാരമായിട്ട് നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും താഴെ കമൻറ്റ് ചെയ്യുക. ഈ വ്യാപാര ആപ്പ് ബൈ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും പിൻ ചെയ്ത് വെച്ചിരിക്കുന്ന കമൻറ്റിലും കൊടുത്തിട്ടുണ്ട്. അപ്പം ഈ വീഡിയോ ഉപകാരപ്രദമായിരുന്നെങ്കിൽ നിങ്ങൾ മറ്റുള്ള നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഇത് ഷെയർ ചെയ്തെത്തിക്കുക. ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീഡിയോ കണ്ടതിന് നന്ദി, നമസ്കാരം.